സ്കെൽട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുമ്പ് തന്നെ സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹ്യൂമൻ സ്കെൽട്ടൽ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് 206 ബോൺസ് അല്ലെ, നമുക്കറിയാം 206 ബോണുകളാണ് നമ്മുടെ സ്കെൽട്ടൽ സിസ്റ്റത്തിലുള്ളത്. സോ ദ സ്കെൽട്ടൽ സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് 206 ബോൺസ്. ആ എണ്ണം നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ്. നമുക്കാകെ 206 ബോണുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഈ 206 ബോണുകളുടെയും പൊസിഷൻ, അത് എവിടെയാണ് ഈ 206 ബോണുകൾ നമ്മുടെ ശരീരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്നത് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നുണ്ട്. നമ്മുടെ മൊത്തം ബോണുകളുടെയും അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ്, ഈ 206 ബോൺസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വിന്യസിച്ചിരിക്കുന്നത്, അത് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുകയാണ്. അപ്പോൾ ആകെ നമുക്ക് 206 ബോണുകൾ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ശരിക്കും നമ്മുടെ സ്കെൽട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് പ്രധാനമായും ബോൺസും കാർട്ടിലേജും കൂടി ചേരുന്നതാണ്. അതൊക്കെ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്കെൽട്ടൽ സിസ്റ്റത്തെ നമ്മൾ ടിഷ്യൂസിനെ കുറിച്ച് പഠിച്ചപ്പോഴും നമ്മൾ ബോൺസ്, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട് ബോൺസ്, കാർട്ടിലേജ് എന്നിവ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്കെൽട്ടൽ സിസ്റ്റം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോൺസ് ആൻഡ് കാർട്ടിലേജസ്. സ്കെൽട്ടൽ സിസ്റ്റത്തിൽ 2 പാർട്ടാണുള്ളത്, ഒന്ന് ബോണും മറ്റൊന്ന് കാർട്ടിലേജുകളും. അതിൽ ബോൺ സെൽസ് ആർ കോൾഡ് ഓസ്റ്റിയോസൈറ്റ്സ്. ബോണുകളുടെ ഉള്ളിൽ കാണുന്ന സെല്ലുകളെ നമ്മൾ ഓസ്റ്റിയോസൈറ്റ്സ് എന്നും, ആൻഡ് കാർട്ടിലേജ് സെൽസ് ആർ കോൾഡ് കോൺട്രോസൈറ്റ്സ്. കാർട്ടിലേജ് സെല്ലുകളെ നമ്മൾ കോൺട്രോസൈറ്റ്സ് എന്നുമാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്, അതിന്റെ ചിത്രമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ ഓസ്റ്റിയോസൈറ്റ്സിന്റെയും കോൺട്രോസൈറ്റ്സിന്റെയും ക്രമീകരണത്തിലൂടെയാണ് ബോണും കാർട്ടിലേജും തമ്മിൽ വ്യത്യാസം കാണുന്നത്. ഇപ്പൊ നമുക്കറിയാം ബോൺസ് എന്ന് പറയുന്നത് ഹാർഡും കാർട്ടിലേജ് എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്ലയബിൾ ആണെന്ന് പറഞ്ഞു. അതിന്റെ കാരണം ശരിക്കും പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള, വളരെ ഹാർഡായിട്ടുള്ള ബോൺസ് ഉറപ്പ് കൂടുതലാണ്. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ തരുണാസ്ഥിയാണ്, അവയ്ക്ക് ബലം കുറവാണ്. നമ്മൾ ചെവിയുടെ കാര്യം, മൂക്കിന്റെ ഭാഗമൊക്കെ നമ്മൾ പറഞ്ഞു, അതൊക്കെയാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. അവയ്ക്ക് ബലം കുറവാണ്, കാരണം അതിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അത്തരം സെല്ലുകളെയാണ് കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബോൺ സെൽസിനെ നമ്മൾ ഓസ്റ്റിയോസൈറ്റ്സ് എന്നും കാർട്ടിലേജ് സെൽസിനെ കോൺട്രോസൈറ്റ്സ് എന്നും പറയും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 തരം ഫിഷസിനെ കുറിച്ചും പറഞ്ഞു. ബോൺസ് ഉള്ള ഫിഷസിനെ നമ്മൾ ബോഡി ഫിഷസ് അല്ലെങ്കിൽ ഓർത്തിക്ടൈസ് എന്നും, കോൺട്രോസൈറ്റ്സ് അല്ലെങ്കിൽ ഈ കാർട്ടിലേജ് അതിന്റെ ശരീരത്തിൽ കാണുകയാണെങ്കിൽ അത്തരം ഫിഷസിനെ നമ്മൾ കാർട്ടിലേജിനസ് ഫിഷസ് അല്ലെങ്കിൽ കോൺട്രിക്ടൈസ് എന്ന് പറയുന്നത് കുറിച്ച്. അപ്പോൾ ഓർത്തിക്ടൈസ് എന്നും കോൺട്രിക്ടൈസ് എന്ന ഫിഷസിനെ പറയുന്നത് പോലും ഈ ബോൺസിന്റെയും കാർട്ടിലേജിന്റെയും ഘടനയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 തരം സെല്ലുകളാണ് പറഞ്ഞത്, ഓസ്റ്റിയോസൈറ്റ്സും കോൺട്രോസൈറ്റ്സും. ബോൺ സെൽസ് ആണ് ഓസ്റ്റിയോസൈറ്റ്സ്, കാർട്ടിലേജ് സെൽസ് ആണ് കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് മുമ്പ് പഠിച്ചാണ്, അതൊക്കെ വീണ്ടും നമ്മൾ ഓർക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എക്സാമിനേഷനകത്ത് സെല്ലുകളുടെ പേരൊക്കെ ചോദിക്കും, പക്ഷെ അത് ഈ ചാപ്റ്ററിലല്ല മറ്റേ ചാപ്റ്ററിൽ ചോദിക്കുന്നതാണ്, അത് ഓർക്കണം. ഇനി ഹ്യൂമൻ സ്കെൽട്ടൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 206 ബോൺസ്. നമ്മൾ പറഞ്ഞു 206 ബോണുകളാണ് നമ്മുടെ സ്കെൽട്ടൽ സിസ്റ്റത്തിലുള്ളത്. ഹ്യൂമൻ സ്കെൽട്ടൻ ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് 206 ബോൺസ് ആൻഡ് ദ ഹ്യൂമൻ സ്കെൽട്ടൻ ഈസ് ഡിവൈഡഡ് ഇൻ 2. നമ്മുടെ ഹ്യൂമൻ സ്കെൽട്ടന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ആക്സിയൽ സ്കെൽട്ടൻ, മറ്റൊന്ന് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ. ഹ്യൂമൻ സ്കെൽട്ടന് 2 പാർട്ടുണ്ട്, ആക്സിയൽ സ്കെൽട്ടനും അപ്പൻഡിക്കുലർ സ്കെൽട്ടനും. ഹ്യൂമൻ സ്കെൽട്ടൻ ഈസ് കമ്പോസ്ഡ് ഓഫ് ആക്സിയൽ സ്കെൽട്ടൻ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ. ആ 2 ടേബിൾ നിങ്ങൾ ഓർത്തിരിക്കുക, ആക്സിയൽ സ്കെൽട്ടൻ, അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ. ഇതിൽ നമ്മൾ ആകെ 206 ബോണുകളാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ശരീരത്തിൽ ആകെ 206 ബോണുകളുണ്ട്. അതിൽ ആക്സിയൽ സ്കെൽട്ടൻ എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗത്ത് 80 ബോണുകളാണുള്ളത്, 80 ബോൺസ്. The axial skeleton is composed of 80 bones, whereas the appendicular skeleton is made up of 126 bones. 126 ബോണുകൾ, അതായത് 80 കഴിഞ്ഞ് ബാക്കി വരുന്ന 126 ബോണുകളും കാണുന്നത് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ ആണ്. അപ്പൊ 2 സ്കെൽട്ടനിലും ബോൺസിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആകെ 206 ബോണുകളുണ്ട്. അതിൽ ആക്സിയൽ സ്കെൽട്ടനിൽ 80 ബോണുകളും അപ്പൻഡിക്കുലർ സ്കെൽട്ടനിൽ 126 ബോൺസുമാണ് ഉള്ളത്. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഈ എണ്ണമൊക്കെ. അപ്പൊ ആ എണ്ണം നമ്മൾ കൃത്യമായി പഠിച്ചു വയ്ക്കണം. ആകെ നമുക്ക് 206 ബോൺസ്. അതിൽ ആക്സിയൽ സ്കെൽട്ടനിൽ ആകെ വരുന്നത് 80 ബോണുകളാണ്, 80 ബോൺസ് ആണ്. അപ്പൻഡിക്കുലർ സ്കെൽട്ടനാണ് 126 അല്ലെങ്കിൽ 126 ബോൺസ് ആണ് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ വരുന്നത്. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ആക്സിയൽ സ്കെൽട്ടനും അപ്പൻഡിക്കുലർ സ്കെൽട്ടനുള്ള വ്യത്യാസം അത് നമുക്ക് ഇവിടെ നോട്ട് തന്നിട്ടുണ്ടെങ്കിൽ, ആക്സിയൽ സ്കെൽട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആക്സിസ് ആണ്. അതായത് നമ്മുടെ തല മുതൽ താഴോട്ട് വരുന്ന നമ്മുടെ ആക്സിയൽ സ്കെൽട്ടൻ. കാലുകളും കൈകളും അതിനകത്ത് ഉൾപ്പെടുന്നില്ല. കൈകാലുകൾ ഒഴികെ ബാക്കിയുള്ള ആക്സിസ്, നമ്മുടെ ശരീരത്തിന്റെ മെയിൻ അച്ചുണ്ടെന്ന് പറയുന്നത്, അതാണ് ആക്സിയൽ സ്കെൽട്ടൻ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ഹെഡ് റീജിയൻ മുതൽ നമ്മുടെ ശരിക്കും ഹിപ്പ് വരെ വരുന്ന എല്ലാ ബോണുകളും അതിനകത്ത് വരും. നമ്മുടെ മെയിൻ ആക്സിസിലൂടെ പോകുന്ന ബോണുകളെയാണ് ആക്സിയൽ സ്കെൽട്ടൻ എന്ന് പറയുന്നത്. അതിനകത്താണ് 80 ബോൺസ് ഉള്ളത്. എന്നാൽ അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരിക്കും ലെഗ്സ്, അതുപോലെ ഹാൻഡ്സ്, ഇവയിലെ ബോണുകൾ, അവയെ ശരീരവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ഗേഡൽ എന്ന് പറയും. ആ ഗേഡൽ കൂടി ചേരുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ
ഈ ആക്സിയൽ സ്കെൽട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആക്സിസ് ഓഫ് ബോഡിയും, അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് പ്രൊജക്ട് നിൽക്കുന്ന ഭാഗങ്ങൾ, അതായത് ശരീരത്തിൽ വേർപെട്ട് നിൽക്കുന്ന ഭാഗങ്ങളാണ് നമ്മുടെ കൈകാലുകൾ. ആ കൈകാലുകളെ ശരീരവുമായി ബന്ധിപ്പിക്കുന്ന രണ്ട് കേടുകളുണ്ട്, പെക്ടൽ കേടിലും പെൽവിക് കേടിലും പറയും. അവയെ നമ്മളെ എങ്ങനെയാണ് ശരീരത്തിൽ ബന്ധിപ്പിക്കുന്നത് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നുണ്ട്. ഇതിനെ ആണ് നമ്മൾ അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ ആക്സിയൽ സ്കെൽട്ടനും അപ്പൻഡിക്കുലർ സ്കെൽട്ടനും കൂടെ ചേർന്ന് ആകെ 206 ബോൺസ് ആണ് നമുക്കുള്ളത്. അതിൽ ആക്സിയൽ സ്കെൽട്ടനിൽ മാത്രം 80 ബോൺസ് ഉണ്ട്, അപ്പൻഡിക്കുലർ സ്കെൽട്ടനിൽ 126 ബോൺസും ആണ് കാണപ്പെടുന്നത്. ഇനി ആദ്യം നമ്മൾ ആക്സിയൽ സ്കെൽട്ടനിലെ ബോണുകളുടെ ക്രമീകരണം എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ആക്സിയൽ സ്കെൽട്ടൻ ഈസ് ഫോംഡ് ഓഫ് 80 ബോൺസ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് 80 ബോൺസ്. അതിൽ ഓരോന്നിലും എത്ര ബോണുകൾ വീതമാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് സ്കള്ളാണ്, നമ്മുടെ തലയോട്ടി. സ്കള്ളില് 29 ബോൺസ് ആണ് നമുക്കുള്ളത്. നമ്മുടെ സ്കള്ളില് ആകെ 29 ബോൺസ് ആണുള്ളത്. വെർട്ടബ്രൽ കോളത്തിൽ 26 ബോൺസ് ഉണ്ട്. നമ്മുടെ വെർട്ടബ്രൽ കോളത്തിൽ 26 ബോൺസ് ഉണ്ട്. സ്റ്റേർണം എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റ് ബോണാണ്, മാറൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ബ്രസ്റ്റിന്റെ ഭാഗത്ത് നടുക്കായിട്ട് വരുന്ന ബോണ്. സ്റ്റേർണത്തിനെയാണ് 1 ബോൺ ആണുള്ളത്. പിന്നെ റിബ്സ്, വാരിയലുകളാണ് 12 പെയർസ്, 24 ബോണുകളുണ്ട്. അപ്പോൾ മൊത്തം 80 ബോണുകൾ വരുന്നത് എങ്ങനെയാണ്? അതായത് സ്കള്ളിൽ ആകെ 29 ബോൺസ്, വെർട്ടബ്രൽ കോളത്തിൽ 26 ബോൺസ്. വെർട്ടബ്രൽ കോളം നട്ടലിലാണ്. അപ്പോൾ സ്കള്ളിൽ തലയോട്ടിയിൽ 29 ബോണുകളുണ്ട്. വെർട്ടബ്രൽ കോളത്തിൽ നമ്മുടെ നട്ടലിനകത്ത് 26 ബോണുകളാണുള്ളത്. സ്റ്റേർണം അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് ബോൺ എന്ന് പറഞ്ഞാൽ സെൻട്രൽ വരുന്ന നമ്മുടെ നടുക്ക് ഭാഗത്തായിട്ട് വരുന്ന ബ്രസ്റ്റ് ബോണിൽ 1 ബോണുള്ളത്. പിന്നെ 2 സൈഡിലും കാണുന്ന വാരിയൽ റിബ്സിൽ 12 പെയർ, അതായത് 24 ബോണുകൾ. അങ്ങനെ ആകെ 80 ബോണുകളാണ് ആക്സിയൽ സ്കെൽട്ടനിൽ വരുന്നത്. അപ്പൊ ഈ ബോണുകളുടെ ക്രമീകരണം എന്ന് പഠിക്കണം. സ്കൾ 29 ബോൺസ്, വെർട്ടബ്രൽ കോളം 26 ബോൺസ്, സ്റ്റേർണം 1 ബോൺ ആൻഡ് റിബ്സ് 12 പെയർസ് ഓർ 24 ബോൺസ്. ഇത്രയാണ് 80 ബോൺസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്. അപ്പൊ ആ ബോണുകളുടെ ക്രമീകരണം ആദ്യത്തേത് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇതിൽ ഓരോ ഭാഗത്തിനും പിന്നീട് ഇപ്പൊ നമ്മൾ 29 ബോൺ സ്കള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്കള്ളിന്റെ ഡിവിഷൻസ് വേറെ ഉണ്ട്. അതാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നത്. ബോൺസ് ഓഫ് ദ സ്കൾ. എങ്ങനെയാണ് 29 ബോൺ സ്കള്ളിൽ വരുന്നത്? സ്കള്ളിന്റെ 29 ബോൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രേനിയൽ ബോൺസ്, നമ്മുടെ ഈ തലയോട്ടിയുടെ മുകളിൽ വരുന്ന ബോണുകൾ, അതായത് അതിനെ നമ്മൾ ക്രേനിയൽ ബോൺസ് എന്ന് പറയുന്നത്. 8 ബോണുകളാണ് നമ്മൾ ക്രേനിയൽ ബോൺസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ അതിന് താഴെ ക്രേനിയത്തിന്റെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അതിനകത്ത് കാണുന്നുണ്ട്. അതിന്റെ സൈഡിൽ കാണപ്പെടുന്ന 4 ബോണുകളുണ്ട്. ഏതൊക്കെയാണ്? ഫ്രോണ്ടൽ, പെറൈറ്റൽ, ടെമ്പറൽ, ഓക്സിപിറ്റൽ. കണ്ടോ? നിങ്ങൾ ചിത്രത്തിൽ ആ സ്കെൽട്ടന്റെ തലയോട്ട് മാത്രമുള്ള ചിത്രത്തിൽ നോക്കുക. അതിനകത്ത് സൈഡിൽ കൊടുക്കുക പെറൈറ്റൽ ബോൺ, ഫ്രോണ്ടൽ ബോൺ, പെറൈറ്റൽ ബോൺ, ടെമ്പറൽ ബോൺ, ഓക്സിപിറ്റൽ ബോൺ എന്നിങ്ങനെ 4 ബോണുകൾ നിങ്ങൾക്ക് കാണാം. ആ 4 നമ്മൾ ശരിക്കും ഈ ക്രേനിയത്തിൽ വരുമ്പോൾ ക്രേനിയൽ ബോൺസ് ആണ് ഉദാഹരണം. ഇത് ഒരു സൈഡിലെയാണ് നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത്. ഫ്രോണ്ടൽ ബോൺ, പെറൈറ്റൽ ബോൺ, ടെമ്പറൽ ബോൺ, ഓക്സിപിറ്റൽ ബോൺ ഒരു സൈഡിലുള്ളതുപോലെ മറുവശത്തുണ്ട്. അങ്ങനെയാണ് ആകെ 8 ബോണുകൾ. 4 ബോണുകളാണിത്. ഫ്രോണ്ടൽ, പെറൈറ്റൽ, ടെമ്പറൽ ആൻഡ് ഓക്സിപിറ്റൽ. ഈ 4 ബോണുകൾ ഇരുവശത്തുമായിട്ട് ആകെ 8 ബോണുകളാണ് നമ്മൾ ക്രേനിയത്തിലുള്ളത്. അപ്പൊ ക്രേനിയൽ ബോണിന്റെ പേര് ഓർത്തിരിക്കുക. ഫ്രോണ്ടൽ, പെറൈറ്റൽ, ടെമ്പറൽ ആൻഡ് ഓക്സിപിറ്റൽ. നമ്മൾ തിയറിയിൽ അതങ്ങനെ പ്രത്യേകമായിട്ട് നമുക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ തിയറി പരീക്ഷ ചോദിക്കും. പക്ഷേ എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ബോണുകളുടെ പേരും പഠിച്ചു വയ്ക്കണം. ഫ്രോണ്ടൽ, പെറൈറ്റൽ, ടെമ്പറൽ ആൻഡ് ഓക്സിപിറ്റൽ. ഇങ്ങനെ 4 ബോണുകളാണ് നമ്മുടെ സ്കള്ളിൽ അല്ലെങ്കിൽ ക്രേനിയത്തിലുള്ളത്. ക്രേനിയത്തിലെ ബോണുകൾ 8 ആകെ. 4 ഒരു സൈഡിൽ വീതം ഇരുവശത്തുമായി 8 ബോണുകൾ. ഫ്രോണ്ടൽ, പെറൈറ്റൽ, ടെമ്പറൽ ആൻഡ് ഓക്സിപിറ്റൽ. അതിന്റെ ഒരു പൊസിഷനാണ് നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് മുകളിലായിട്ട് കാണുന്നതാണ് ഫ്രോണ്ടൽ, വശങ്ങളിലേക്ക് വരുന്നതാണ് പെറൈറ്റൽ, ടെമ്പറൽ എന്ന് പറയുന്നത് നമ്മുടെ ചെവിയുടെ മുകളിലായിട്ട് വരും, ഓക്സിപിറ്റൽ അതിന്റെ താഴെയുള്ള ഭാഗത്താണ്. ഈ ബോണുകൾ ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ ബോണുകളുടെ ക്രമീകരണം ആ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ മറുവശത്തും അതുപോലെ തന്നെ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അതാണ് 8 വരാനുള്ള കാരണം. അപ്പൊ അതാണ് ഒന്നാമത്തെ ക്രമീകരണം എന്ന് പറയുന്നത്. ആകെ നമ്മുടെ ക്രേനിയൽ ബോൺസ് എന്ന് പറയുന്നത് 8 ആണ്. 2 ഫ്രോണ്ടലുണ്ട്, 2 പെറൈറ്റലുണ്ട്, 2 ഓക്സിപിറ്റലുണ്ട്, 2 ടെമ്പറലുണ്ട്. അങ്ങനെ ആകെ 8 ബോണുകൾ. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഫേഷ്യൽ ബോൺസ് ആണ്. ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ മുഖത്ത് കാണും, നമ്മുടെ മുഖത്തിന്റെ ചുറ്റുമായിട്ട് മുഖത്തിൽ മൊത്തത്തിൽ കാണുന്ന ബോണുകൾ 14 ബോൺസ് ആണ് മുഖത്ത് കാണുന്നത്. അതിൽ ചില ബോണുകൾ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സ്ഫീനോയിഡ് ബോണുണ്ട്, എത്മോയിഡ് ബോണുണ്ട്, ലാക്രിമൽ ബോൺ കണ്ണിൽ കാണുന്ന ലാക്രിമൽ ബോൺ, നെയ്സൽ ബോൺ മൂക്കിന്റെ ബോണുണ്ട്, സൈഗോമാറ്റിക് ബോണുണ്ട് മൂക്കിന്റെ പിന്നില്, മാക്സില നമ്മുടെ പല്ലിന്റെ ഭാഗത്ത്, മാൻഡിബിൾസ് ഉണ്ട്, ഹയോയിഡ് ബോണുണ്ട്. ഇത് ഈ കാണുന്നതെല്ലാം നമ്മുടെ ഫേഷ്യൽ ബോണുകളാണ്. മൊത്തം 8 ബോണുകളാണ് ഫേഷ്യൽ ബോൺസ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. 14 ബോണുകളുണ്ട് ഫേഷ്യൽ ബോൺസ്. മുഖത്ത് ആകെ 14 ബോണുകളാണ്. അപ്പം ഫേഷ്യൽ ബോൺസ് അവരുടെ പേര് പഠിക്കുന്ന ഫേഷ്യൽ ബോൺസ് പഠിച്ചാൽ ഫേഷ്യൽ ബോൺസ് 14 ആണ്.
പിന്നെ ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത് വൺ ബോൺ. ഹയോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ടങ്കിനെ ഉറപ്പിച്ചിരിക്കുന്ന ബോണാണ് ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ പറയും നാക്കിന് എല്ലില്ല എന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥ നാക്കിന് എല്ലുണ്ട്. നാക്കിന്റെ അറ്റത്ത്, നാക്കിന്റെ മറുവശത്ത് അങ്ങേറ്റത്ത് അതിനെ ഒരു എല്ല് കൊണ്ടാണ് നാക്ക് ഉറപ്പിച്ചിരിക്കുന്നത്. ആ ബോണിനെയാണ് ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർമ്മ, ടങ് ബോണാണ് ഹയോയിഡ് ബോൺ. അവിടെ നോട്ടിലെ കുറിച്ചോണം. ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത് ടങ് ബോണാണ്, നാക്കിന്റെ ബോണാണ് ഹയോയിഡ്. അതിൽ ഒരു ബോണേ ഉള്ളൂ ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് മിഡിൽ ഇയർ ബോൺസ്. നമ്മുടെ മിഡിൽ ഇയറിൽ, ചെവിയുടെ മധ്യകരണത്തിൽ മിഡിൽ ഇയറിൽ കാണപ്പെടുന്ന ബോണുകൾ ഏതൊക്കെയാണ് പഠിച്ചിട്ടുണ്ടല്ലോ? മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. 3 ബോണുകളാണ് ഒരു ചെവിക്കകത്ത്. 3 വീതം, ആകെ 3 പെയേഴ്സ്. മാലിയസ്, ഇംഗസ് ആൻഡ് സ്റ്റേപ്പിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. 3 ഇയർ ബോൺ, മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. മിഡിൽ ഇയർ ബോൺസ് ആണ് മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. 3 മിഡിൽ ഇയർ ബോണാണ് നമുക്കുള്ളത്. അങ്ങനെ ആകെ 3 പെയർ 6 അപ്പൊ ആകെ നമുക്ക് 29 ബോണുകൾ എന്ന് പറയുന്ന അങ്ങനെയാണ് വരിക. അതായത് 8 ക്രേനിയൽ ബോണുകൾ, 14 ഫേഷ്യൽ ബോൺസ്, 1 ഹയോയിഡ് ബോണ്, 6 ഇയർ ബോൺസ്. അങ്ങനെ ആകെ നമുക്ക് 29 ബോണാണ് സ്കള്ളിൽ വരുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ ആക്സിയോസ്കെലറ്റൽ മൊത്തത്തിലെ ബോണുകൾ നമ്മൾ പറഞ്ഞു. നമ്മുടെ സ്കള്ളിൽ 29 ബോണ്, വെർട്ടബ്രൽ കോളത്തിൽ 26 ബോണ്, പിന്നെ 1 സ്റ്റേർണം ബോണ്, പിന്നെ 24 റിബ് ബോണുകൾ. അതാണ് നമ്മളാകെ 80 ബോണുകൾ പറഞ്ഞത്. ഇനി അതിൽ തന്നെ സ്കള്ളിലെ ബോണുകളാണ് 8 ക്രേനിയൽ ബോണുകൾ, 14 ഫേഷ്യൽ ബോണുകൾ, 1 ഹയോയിഡ് അല്ലെങ്കിൽ ടങ് ബോണ്, പിന്നെ ഇയർ ബോൺസ് 6. അങ്ങനെ ആകെ 29 ബോണുകളാണ് നമ്മുടെ സ്കള്ളിലുള്ളത്. അപ്പൊ ഇത് രണ്ടുമാണ് ശരിക്കും നമ്മുടെ സ്കള്ളിന്റെ ബോൺസിന്റെ ക്രമീകരണമാണ് പറഞ്ഞത്. അപ്പൊ ഇത് നിങ്ങൾ ഈ ബോണുകളുടെ ക്രമീകരണം ഒന്ന് പഠിച്ചു വയ്ക്കണം. അതായത് നമുക്ക് ആക്സിയൽ സ്കെലറ്റനിൽ ആകെ 80 ബോണുകളുണ്ട്. അതിന്റെ ക്രമീകരണമാണ് പറഞ്ഞത്. സ്കള്ളില് 29 ബോണുകളുണ്ട്. രണ്ടാമത് വെർട്ടബ്രൽ കോളം നട്ടലിൽ വരുന്നതാണ് 26 ബോണുകൾ. പിന്നെ സ്റ്റേർണം അല്ലെങ്കിൽ ബ്രസ്റ്റ് ബോണിൽ 1 ബോണാണ്. റിബ്സ് 12 പെയേഴ്സ് അല്ലെങ്കിൽ 24 ബോൺസ് ആണ്. അങ്ങനെ ആകെ 80 ബോൺസ് ഉണ്ട്. അതിൽ തന്നെ ഒന്നാമത്തെ സ്കൾ റീജിയനിൽ കാണപ്പെടുന്ന ബോണുകളാണ് നമ്മൾ ആകെ 29 ബോണുകൾ. അവയുടെ ക്രമീകരണമാണ് പറഞ്ഞത് ക്രേനിയൽ ബോൺസ്. അത് 4 ക്രേനിയൽ ബോൺ ഇരുവശങ്ങളായി 8 ക്രേനിയൽ ബോൺസ് പറയുന്നത്. ഫ്രോണ്ടൽ, പെരേറ്റൽ, ടെമ്പറൽ, ഓക്സിപിറ്റൽ എന്നിങ്ങനെ 4 ഇരുവശങ്ങളുമായി ആകെ 8 ബോണുകളുണ്ട്. ഫേഷ്യൽ ബോൺസ്, നമ്മുടെ മുഖത്ത് കാണുന്ന അസ്ഥികൾ എന്ന് പറയുന്നത് 14 പിന്നെ ഹയോയിഡ് അല്ലെങ്കിൽ ടങ് ബോൺ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. മിഡിൽ ഇയർ ബോൺ അല്ലെങ്കിൽ ചെവിയിൽ കാണപ്പെടുന്ന ബോണുകളാണ് 3 പേർ, അതായത് 6. മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ് എന്നിവ 7 2 ചെവിയുമായിട്ട്. അങ്ങനെ ആകെ 29 ബോണാണ് നമ്മുടെ സ്കള്ളിൽ കാണുന്നത്. ആ ബോൺസിന്റെയൊക്കെ പേര് നിങ്ങൾക്കൊന്ന് പറയാമോ? അതായത് ആക്സിയൽ സ്കെലറ്റനിലെയും സ്കള്ളിലെയും ബോണുകൾ ആരാ പറയുന്നത്? ബോൺസിന്റെ പേര് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് വയ്ക്കുന്നതാണ്. പറയാ. Axial skeleton, it is formed of 80 bones. Skull 29 bones. Vertebral column 26. Skull is made up of 29 bones. In that cranial bones 8 bones. Facial 49 bones. 14 facial 14 bones. Hyoid bone 1 bone and middle ear bone 3 pairs. Okay, very good. ആരാ പറയാം? പറയൂ. There are 80 bones in axial skeleton. Skull is made of 29 bones. Vertebral column 26 bones. Sternum 1 bone. Ribs 25 bones. 12 pairs of bones. Bones are made of skull is made of 29 bones. Cranial bones 8. Hyoid bone 1. Facial bone 14. And middle ear bone 3 pairs of bones. Okay. ഇനി പറയാം. Axial skeleton is made up of 80 bones. Skull 29 bones, vertebral column 26 bones, sternum 1 bone, ribs 12 pairs, that is 24 bones. Skull is made up of 29 bones and in it cranial bones 8 bones, facial bones 14, hyoid bones 1 and middle ear bone 3 pairs, malleus, incus, stapes. Okay, good. Now, Amanda. Sir.
പറയാം. Axial skeleton is formed of 80 bones, skull 29 bones, vertebral column 26 bones, sternum 1 bone, ribs 12 pairs. Skull is made up of 29 bones, cranial bones 8 bones, facial bones 14 bones, hyoid bone 1 bone, and medullary bones 3 pairs. Good. Ni. Correct. Axial skeleton it is formed of 80 bones, in it skull 29 bones, vertebral column 26 bones, sternum 1 bone, ribs 12 pairs. Skull is made up of 29 bones. In that cranial bone 8 bones, facial bone 14 bones, hyoid bone 1 bone, medullary bone, malleus, incus, stapes 3 pairs. Good. ഇനി ആരെങ്കിലും പറയാം. Axial skeleton it is formed of 18 bones, skull 29 bone, vertebral column 26 bones, sternum 1 bone, ribs 12 pairs. Skull is made up of 29 bones, cranial bones 8 bones, facial bones 14 bones, hyoid bone 1 bone, medullary bones are 3 pairs. Good. ഇനി ആരെങ്കിലും ഓക്കെ, നിങ്ങൾ പഠിച്ചല്ലോ, മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ഇതാണ്. അതിനെയും അടുത്ത് നമുക്ക് ബാക്കി പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഓർത്താൽ മതി. ആകെ ആക്സിയൽ സ്കെലിന് 80 ബോൺസ് ഉണ്ട്. അവരുടെ ഡിവിഷൻ എന്ന് പറഞ്ഞത് സ്കല്ലില് 29 ബോൺസ്, പിന്നെ നമ്മുടെ കോളത്തിൽ 26 ബോൺസ് ഉണ്ട്. മൂന്നാമത്തെ റീജിയൻ എന്ന് പറയുന്നത് സ്റ്റെർണമാണ്. അതിൽ ഒരു ബോണേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 24 ബോൺസ് വരുന്നത് റിബ്സിലാണ്, 12 pairs ഓഫ് റിബ്സ്. ഇനി അതിൽ തന്നെ സ്കല്ലിന്റെ ഡിവിഷനാണ് പറഞ്ഞത്. സ്കല്ലില് ക്രേനിയൽ ബോൺസ്. ആ ക്രേനിയൽ ബോൺസിന്റെ പേര് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഫ്രോണ്ടൽ, പെറൈറ്റൽ, ടെമ്പറൽ, ഓക്സിപിറ്റൽ. അത് ലെഫ്റ്റ് പെറൈറ്റൽ, പിന്നെ റൈറ്റ് പെറൈറ്റൽ, അങ്ങനെ 2 ഇതാണ്. അപ്പൊ അങ്ങനെ ആകെ 8 ബോണുകൾ അതിലുണ്ട്. പിന്നെ ഫേഷ്യൽ ബോൺസ് 14 ആണ്. പിന്നെ ഹയോയിഡ്, ടങ്കിലെ ഒരു ബോണാണ്. പിന്നെ കൂടാതെ ഇയർ ബോൺസ്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ് എന്നിവ ആകെ 3 pairs. അങ്ങനെ ആകെ നമുക്ക് 29 ബോൺസ് ആണ് നമ്മൾ സ്കള്ളിൽ കാണുന്നത്. അത് എന്താണ് പഠിച്ചത്. ഇനി നമ്മൾ അടുത്തായി പഠിക്കുന്നത് ബോൺസ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിലെ ബോണുകളാണ് ബോൺസ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. ഇറ്റ് മേഡ് അപ്പ് ഓഫ് 26 ബോൺസ് നമ്മൾ പറഞ്ഞു. 26 വെർട്ടിബ്രൽ കോളത്തിലെ ബോണുകൾ നമ്മൾ വെർട്ടിബ്രേ എന്നാണ് പറയുന്നത്. മേഡ് അപ്പ് ഓഫ് 26 ബോൺസ് കോൾഡ് വെർട്ടിബ്രേ. നമുക്ക് ആകെ 26 വെർട്ടിബ്രൽ ബോണുകളാണുള്ളത്. വെർട്ടിബ്രേ നമുക്ക് 26 ആണ്. നമ്മുടെ നട്ടലിൽ 26 ബോണുകളാണ് കാണുന്നത്. അതിനെ തന്നെ നമ്മൾ വീണ്ടും 5 ഡിവിഷനുകളെ തിരിച്ചിട്ടുണ്ട്. 5 ടൈപ്സ് ഓഫ് വെർട്ടിബ്രേ ആർ ദെയർ. 5 തരം വെർട്ടിബ്രേ, 5 തരം നട്ടലിലെ ബോണുകളെ നമ്മൾ 5 ഗ്രൂപ്പുകളെ തരംതിരിച്ചിട്ടുണ്ട്. ഈ 26 ബോണുകൾ എന്ന് പറയുന്നതിന് 5 ഡിവിഷനുകളാണുള്ളത്. എന്തൊക്കെയാണത്? ഒന്ന് സെർവിക്കൽ വെർട്ടിബ്ര. സെർവിക്കൽ എന്ന് പറയുന്നത് കഴുത്തിലെ വെർട്ടിബ്രയാണ്. സെർവിക്കൽ വെർട്ടിബ്ര കഴുത്തിലെയാണ്. അത് 7 വെർട്ടിബ്രയാണുള്ളത്. 7 വെർട്ടിബ്ര ഇൻ സെർവിക്കൽ റീജിയൻ. തൊറാസിക്, നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് 12 വെർട്ടിബ്ര. നമുക്ക് 12 pairs ഓഫ് റിബ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ ഓരോ റിബ്സും വരുന്നതാണ് ഈ 12 pairs എന്ന് പറയുന്നത്. അപ്പോൾ തൊറാസിക് വെർട്ടിബ്ര 12 വെർട്ടിബ്രയാണ്. തൊറാസിക് റീജിയനിൽ 12 വെർട്ടിബ്ര ഉണ്ട്. ലൂംബാർ എന്ന് പറയുന്നത് 5 വെർട്ടിബ്രയാണ്. അതിന് തൊട്ട് താഴെ കാണുന്നതാണ് ലൂംബാർ. നമ്മൾ നേരത്തെ കിഡ്നിയുടെ പൊസിഷൻ പറഞ്ഞിട്ട് ലാസ്റ്റ് തൊറാസിക്, തേർഡ് ലൂംബാർ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ആണ് പറഞ്ഞിരിക്കുന്നത്. ലൂംബാർ വെർട്ടിബ്ര എന്ന് പറയുന്നത് 5 വെർട്ടിബ്രയാണ്. പിന്നെ സേക്രൽ എന്ന് പറയുന്നത് അതിന് താഴെ കാണുന്ന വെർട്ടിബ്രയാണ് സേക്രൽ. ഒരു വെർട്ടിബ്രേ ഉള്ളൂ, പക്ഷേ ഫ്യൂഷൻ ഓഫ് 5 വെർട്ടിബ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 വെർട്ടിബ്ര ഫ്യൂസ് ചെയ്ത് ഒന്നായി തീർന്നിരിക്കുന്നതാണ് സേക്രൽ വെർട്ടിബ്ര എന്ന് പറയുന്നത്. അതാണ് ഒരു വെർട്ടിബ്ര. പിന്നെ കോക്സിസ് എന്ന് പറയുന്നതാണ് ലാസ്റ്റ്. അത് 1 വെർട്ടിബ്രയാണ്. അവിടെയും പറഞ്ഞിട്ടുണ്ട് 4 വെർട്ടിബ്ര ഫ്യൂസ് ടു 1. 4 വെർട്ടിബ്ര, 4 വെർട്ടിബ്ര ഒന്ന് ചേർന്ന് വരുന്നതാണ് ഈ കോക്സിസ്. കോക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെയിൽ വെർട്ടിബ്ര എന്ന് പറയുന്നത്. മനുഷ്യന്, നമ്മുടെ മുൻഗാമികളായ മനുഷ്യർക്ക് വാലുണ്ടായിരുന്നതിന്റെ തെളിവായി നമ്മൾ പറയുന്നതാണ് ഈ കോക്സിസ് വെർട്ടിബ്ര എന്ന് പറയുന്നത്. ടെയിൽ വെർട്ടിബ്ര എന്നാണ് ഈ പറയുക, കോക്സിസ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ 26 വെർട്ടിബ്ര എങ്ങനെയാണ് വന്നത് അതിൽ കിട്ടും. സെർവിക്കൽ 7 ഉണ്ട്, തൊറാസിക് 12 ഉണ്ട്, ലൂംബാർ 5 ഉണ്ട്, സേക്രൽ 1 ഉണ്ട്, കോക്സിസ് 1 ഉണ്ട്. അപ്പൊ അത് കൂടാതെ നമ്മളിപ്പോൾ ഇവിടെ കാണുമ്പം സേക്രൽ വെർട്ടിബ്ര 5 എണ്ണവും കോക്സിസ് 4 എണ്ണമാണ്. അങ്ങനെ വരുന്നതിന്റെ കാരണം കുട്ടികളിൽ, ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് നമുക്ക് ആകെ 33 വെർട്ടിബ്ര ഉണ്ട്. അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഓർത്തിരിക്കുക. അതായത് ഈ 5 സേക്രൽ വെർട്ടിബ്രയും 4 കോക്സിസ് വെർട്ടിബ്രയും 9 എണ്ണമായില്ലേ. 5 ലൂംബാർ വെർട്ടിബ്ര എത്രയായി? 9, 14. 14 തൊറാസിക് 12, 14, 12, 26. 26 പിന്നെ സെർവിക്കൽ 7. അങ്ങനെ മൊത്തം 33 വെർട്ടിബ്ര. ഈ 33 വെർട്ടിബ്രയാണ് കുട്ടികളിൽ കാണുന്നത്. പക്ഷെ നമ്മൾ മുതിർന്ന് കഴിയുമ്പോഴത്തേക്കും ഈ സേക്രൽ വെർട്ടിബ്രയും കോക്സിസ് വെർട്ടിബ്രയും ശരിക്കും ഫ്യൂസ് ചെയ്യുന്നു.
സൈക്കിൾ വെർട്ടിബ്രയിൽ 5 ഉണ്ട്, 5 കൂടെ ചേർന്ന് ഒരെണ്ണമാവും. ഒരു കോക്സിന് 4 വെർട്ടിബ്രേ കൂടെ ചേർന്ന് ഒരെണ്ണമാവും. അങ്ങനെയാണ് നമുക്ക് 26 വെർട്ടിബ്ര വരുന്നത്. പക്ഷേ കുട്ടികളായിരിക്കും മൊത്തം 33 വെർട്ടിബ്ര നമുക്കുണ്ട് എന്നതാണ് പ്രത്യേകത. അപ്പൊ സെർവിക്കൽ വെർട്ടിബ്ര ആ വെർട്ടിബ്രൽ കോളത്തിന്റെ ഡിവിഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ആകെ 26 വെർട്ടിബ്ര എങ്ങനെയായിരുന്നത്? സെർവിക്കൽ 7, തൊറാസിക് 12, ലൂംബാർ 5, സേക്കർ 1, കോക്സിസ് 1. ഇങ്ങനെയാണ് നമ്മുടെ വെർട്ടിബ്രൽ ഡിവിഷൻ പറയുന്നത്. 7 സെർവിക്കൽ വെർട്ടിബ്ര, 12 തൊറാസിക് വെർട്ടിബ്ര, 5 ലൂംബാർ വെർട്ടിബ്ര, 1 സേക്കർ വെർട്ടിബ്ര, 1 കോക്സിസ് വെർട്ടിബ്ര. ആകെ നമുക്ക് 26 വെർട്ടിബ്രൽ ബോൺസ് ആണ്. അപ്പൊ നട്ടലിൽ 26 ബോണുകളുണ്ട്. അവരുടെ ക്രമീകരണമാണ് പറഞ്ഞിരിക്കുന്നത്. 7 സെർവിക്കൽ കഴുത്തിൽ. അവിടെ ഒരു കാര്യം, ഈ സെർവിക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഴുത്തിലെ വെർട്ടിബ്രയാണ്. എല്ലാ മാമൽസിന്റെയും, നമ്മൾ സസ്തനികൾ, മമേലിയ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ എല്ലാ ജീവികളുടെയും പ്രത്യേകതയാണ് 7 വെർട്ടിബ്ര എന്ന് പറയുന്നത്. അത് ഇൻക്ലൂഡിങ് ജിറാഫാണ്. ജിറാഫ് ഒരു മാമലാണെന്ന് നമുക്കറിയാലോ. ജിറാഫിന്റെ കഴുത്തിന് വളരെ നീളം കൂടുതലുണ്ട്. പക്ഷേ വെർട്ടിബ്രയുടെ എണ്ണം ആ 7 വെർട്ടിബ്രയെ ഉള്ളവയ്ക്കും. അതൊരു പ്രത്യേകതയാണ്. സോ സെർവിക്കൽ വെർട്ടിബ്ര ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മാമൽ എന്നാണ് പറയുക. അതിന് കാരണം എല്ലാ മാമൽസിനും 7 സെർവിക്കൽ വെർട്ടിബ്രയാണ് ഉള്ളത്. മാമൽസിനല്ല. മാമൽ അത് നീളം കൂടിയ കഴുത്തുള്ള ജിറാഫ് ആയാലും കഴുത്ത് വളരെ നീളം കുറഞ്ഞ ജീവി ആയാലും, മാമൽസിന് നീളം കുറഞ്ഞ ഒരു മാമലിനെ നമ്മൾ എടുത്തു നോക്കിയാലും ആ ജീവികളിലെല്ലാം തന്നെ നമുക്ക് 7 വെർട്ടിബ്രയെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. എല്ലാ ജീവികളിലും, എല്ലാ മാമൽസിലും 7 വെർട്ടിബ്രയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. സെർവിക്കൽ വെർട്ടിബ്രയാണ് കാണാൻ കഴിയുക. ഈ സെർവിക്കൽ വെർട്ടിബ്ര തൊട്ട് താഴെ വരുന്നതാണ് തൊറാസിക് വെർട്ടിബ്ര. അത് 12 ഉണ്ട്. അത് നിങ്ങൾ റിപ്സുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ തൊറാസിക് വെർട്ടിബ്ര. പിന്നെ ലൂംബാറാണ് 5, സേക്കറിൽ 1 ഉള്ളൂ, കോക്സിസും 1 ഉള്ളൂ. അങ്ങനെ ആകെ നമുക്ക് 26 വെർട്ടിബ്രൽ ബോണുകളുണ്ട്. അത് ഓർത്തിരിക്കും. അപ്പൊ വെർട്ടിബ്രയുടെ 26 അങ്ങനെയാണ് ഡിവിഷൻ വരുന്നത്. ഇനി അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഈ സെർവിക്കൽ വെർട്ടിബ്രയായിട്ട് ബന്ധപ്പെട്ട അവിടെ നമുക്ക് അതിന്റെ തൊട്ട് താഴെ കൊടുത്തിട്ട് ചിത്രം നോക്കി കഴിഞ്ഞാൽ വെർട്ടിബ്രയുടെ ഡിവിഷൻസ് കാണിച്ചിട്ടുണ്ട്. സെർവിക്കൽ വെർട്ടിബ്ര, കഴുത്തിലെ വെർട്ടിബ്ര, സെർവിക്കൽ വെർട്ടിബ്ര 7 ഉണ്ട്. അതിന് താഴെ 12 തൊറാസിക് വെർട്ടിബ്ര ഉണ്ട്. അതിന് താഴെ ലൂംബാർ വെർട്ടിബ്ര ഉണ്ട്. വെർട്ടിബ്രയുടെ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ സേക്കർ എന്ന് പറയുന്നത് ഫ്യൂസ്ഡ് വെർട്ടിബ്രയാണ്. കോക്സിസും ഫ്യൂസ്ഡ് വെർട്ടിബ്രയാണ്. ഇതാണ് നമ്മുടെ നട്ടലിന്റെ ആ ചിത്രം നോക്കി കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിബ്രൽ ഡിവിഷൻ കാണാൻ വേണ്ടി കഴിയും. സെർവിക്കൽ 7, തൊറാസിക് 12, ലൂംബാർ 5, സേക്കർ 1, കോക്സിസ് 1. അങ്ങനെ ആകെ 26 ബോണുകളാണ് നമ്മുടെ നട്ടലിൽ കാണുന്നത്. ആ നട്ടലിലെ ബോണുകളാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അതിലോ കുറച്ച് വെർട്ടിബ്രയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, അറ്റ്ലസ് ഈസ് ദ ഫസ്റ്റ് വെർട്ടിബ്ര ആൻഡ് സ്കൾ റെസ്റ്റോറൻറ്റ്. നമ്മുടെ ഫസ്റ്റ് വെർട്ടിബ്രയുടെ പേരാണ് അറ്റ്ലസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ വെർട്ടിബ്ര നട്ടൽ നമ്മുടെ. അപ്പോൾ അതായിരിക്കും സെർവിക്കൽ വെർട്ടിബ്രയാണ്. കഴുത്തിലെ ഒന്നാമത്തെ വെർട്ടിബ്രയാണ് അറ്റ്ലസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വെർട്ടിബ്ര, ഫസ്റ്റ് സെർവിക്കൽ വെർട്ടിബ്ര അല്ലെങ്കിൽ ദ ഫസ്റ്റ് വെർട്ടിബ്ര ഓഫ് സ്കൾ ഈസ് കോൾഡ് അറ്റ്ലസ്. ഫസ്റ്റ് വെർട്ടിബ്ര സ്കൾ അല്ല, ഫസ്റ്റ് വെർട്ടിബ്ര വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളത്തെ ഒന്നാമത്തെ വെർട്ടിബ്രയാണ് നമ്മൾ അറ്റ്ലസ് എന്ന് പറയുന്നത്. അത് സെർവിക്കൽ വെർട്ടിബ്രയാണ്. 7 വെർട്ടിബ്ര ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് കഴുത്തിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന വെർട്ടിബ്രയാണ് നമ്മൾ അറ്റ്ലസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വെർട്ടിബ്രയാണ് ആക്സിസ് എന്ന് പറയുന്നത്. ആക്സിസ് ഈസ് ദ സെക്കൻഡ് വെർട്ടിബ്ര. അപ്പോൾ അത് രണ്ടിന്റെ പേര് പഠിച്ചു വയ്ക്കണം. ഫസ്റ്റ് വെർട്ടിബ്ര അറ്റ്ലസ് എന്നും സെക്കൻഡ് വെർട്ടിബ്ര ആക്സിസ് എന്നുമാണ് പറയുന്നത്. ദ സ്കൾ ആൻഡ് അറ്റ്ലസ് ടുഗദർ റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്. അതായത് നമ്മുടെ ഈ കഴുത്ത് നമ്മളിങ്ങനെ തിരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാൻ പറ്റില്ല നമുക്ക്. ആ തിരിയുന്നത് ഈ 2 വെർട്ടിബ്രയുടെ സഹായത്തോടെയാണ്. അറ്റ്ലസ് ആക്സിസ് എന്ന് പറയുന്നത്. പിന്നെ മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കുന്നത് അറ്റ്ലസ് ആക്സിസ് എന്നീ 2 വെർട്ടിബ്രയാണ് കഴുത്ത് തിരിയാനൊക്കെ സഹായിക്കുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും നമ്മുടെ ഫസ്റ്റ് വെർട്ടിബ്രയുടെ പേര് അറ്റ്ലസ്, സെക്കൻഡ് വെർട്ടിബ്രയുടെ പേര് ആക്സിസ് എന്നാണ്. അത് രണ്ടും ഓർത്തിരിക്കുക. തൊറാസിക് വെർട്ടിബ്ര ഒന്നാമത്തേതാണ് അറ്റ്ലസ്, രണ്ടാമത്തേതാണ് ആക്സിസ്. ഫസ്റ്റ് വെർട്ടിബ്ര അറ്റ്ലസ്, സെക്കൻഡ് വെർട്ടിബ്ര ആക്സിസ്. ഇനി അതിന്റെ മറ്റൊരു occipital condyles, the smooth rounded projection at the posterior end of this cranium which articulate with the atlas. അതായത് ഈ occipital condyle എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സ്കള്ളിന്റെ ഭാഗത്ത്, അതായത് നമ്മുടെ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത്, ഈ നട്ടെല്ലും കഴുത്തും തമ്മിൽ ചേരുന്ന ഭാഗത്ത് ഈ ഫസ്റ്റ് വെർട്ടിബ്ര അറ്റ്ലസ് ശരിക്കും ഫിക്സ് ചെയ്തിരിക്കുന്നത് മുകളിലൊരു കുഴിയിലാണ്. ആ കുഴി എന്ന് പറയുന്നത് ക്രേനിയത്തിന്റെ എൻഡിലുള്ള കുഴിയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആ കുഴിയാണ് നമ്മൾ occipital condyle എന്ന് പറയുന്നത്. അതൊരു റൗണ്ട് പ്രൊജക്ഷൻ ആണ്. എന്തിനു വേണ്ടിയാണ്? അറ്റ്ലസുമായി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് നമ്മളിപ്പോ ഈ കഴുത്ത് ഇങ്ങനെ തിരിയണം. നമുക്കറിയാമല്ലോ, നമ്മൾ ഇപ്പൊ ഒരു ഭാഗം നമ്മുടെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയണം, താഴോട്ട് പോകണം, മുകളിലോട്ട് പോകണം, ഇങ്ങനെയൊക്കെ നമുക്ക് കഴുത്ത് തിരിക്കാൻ പറ്റും. ആ തിരിക്കാൻ പറ്റുന്നതിന് കാരണം അതിനൊരു ജോയിന്റ് ഉണ്ട്. ആ ജോയിന്റ്, അതിന് പേരൊക്കെ ഉണ്ട്, നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. പിവർ ജോയിന്റ് എന്നാണ് ഇത് പറയുക. അവിടെ നമ്മൾക്കറിയാലോ, ഇപ്പൊ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, നമ്മള് പണ്ടത്തെ കാലത്തൊക്കെ ഈ ശർക്കരയാട്ടനൊക്കെ കരിമ്പ് ഈ മെഷീനകത്തിട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാവും. കാളെ കൊണ്ടും അല്ലെ മനുഷ്യരെ കൊണ്ടും വരെ വലിപ്പിക്കുമായിരുന്നു പണ്ട്. ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കറങ്ങും. അതാണ് പണ്ടത്തെ ഈ ശർക്കര ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന വെല്ലം അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കരിമ്പ് ഒന്നിച്ചൊരു ചക്കെന്നാണ് പറയുന്നത്. ആ ചക്കിനകത്തിട്ടിട്ട് ഈ മൃഗങ്ങളെ കൊണ്ടൊക്കെ വലിപ്പിച്ച് അതിന് നീരെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു മെഷീനുണ്ട്.
അപ്പൊ അങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഈ ഇതെങ്ങനെ തിരിയുന്ന അങ്ങനെയാണ്, ഒരു കുഴിക്ക മുകളിൽ വരുന്ന സാധനം അടുത്ത കുഴിക്കകത്ത് ഇങ്ങനെ കറങ്ങാനില്ല. അതുപോലെയാണ് കഴുത്ത്. അവിടെ ഈ ഓക്സിപിറ്റൽ കോണ്ടൈൽ എന്ന് പറയുന്നതിന് ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അത് നമ്മുടെ അറ്റ്ലസിന്റെ ഭാഗത്ത് രണ്ടും കൂടി തമ്മിൽ ഇങ്ങനെ ആർട്ടിക്കുലേറ്റ് വെച്ചിരിക്കുകയാണ്. അതിന്റെ അകത്താണ് അറ്റ്ലസ് തിരിയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കഴുത്ത് തിരിക്കാൻ പറ്റുന്നത്. ആ ഭാഗത്തെയാണ് ഓക്സിപിറ്റൽ കോണ്ടൈൽ എന്ന് പറയുന്നത്. നമ്മുടെ പേരെന്നേ ഉള്ളൂ, വലിയ പ്രാധാന്യമൊന്നുമില്ല ഇവിടെ നമ്മളെ സംബന്ധിച്ച്. പക്ഷെ ഓർത്തിരിക്കാം, സ്മൂത്ത് റൗണ്ടർ പ്രൊജക്ഷൻ അറ്റ് പോസ്റ്റ് ആൻഡ് ക്രേനിയം വിച്ച് ആർട്ടിക്കുലേറ്റ് അറ്റ്ലസ്, അതിനെയാണ് ഓക്സിപിറ്റൽ കോണ്ടൈൽ. ഇനി ഫൊറാമൻ മാഗ്നം. ഈ ഫൊറാമൻ മാഗ്നം എന്ന് പറയുന്നത് big hole at the base of the skull through which the brain is connected to the spinal cord. Spinal cord ആയിട്ട്, സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മുടെ സുഷുപ്നയാണ്. നമ്മുടെ നട്ടലിന്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ പിൻഭാഗം. തല ബ്രെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് വരുന്നതാണ് സുഷുപ്ന അല്ലെങ്കിൽ സ്പൈനൽ കോഡ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് വെർട്ടബ്രൽ കോളത്തിന്റെ നടുക്കൂടിയാണ് പോകുന്നത്, വെർട്ടബ്രൽ കോളത്തിന്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. അപ്പൊ അതിനകത്ത് ഈ സ്പൈനൽ കോഡും ബ്രെയിനും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഹോളിനെയാണ് ഫൊറാമൻ മാഗ്നം എന്ന് പറയുന്നത്. ശരിക്കും അതൊരു എന്ന് പറയുന്ന ഒരു കനാലാണ്. അതായത് ഈ ബ്രെയിനിൽ നിന്ന് താഴേക്ക് വരുന്ന സ്പൈനൽ കോഡ്, അതായത് ബ്രെയിൻ കണ്ടിന്യൂസ് ആ സ്പൈനൽ കോഡാണ്. ബ്രെയിനിൽ നിന്ന് രണ്ടാമത്തെ പാടാണ് സ്പൈനൽ കോഡ്, അത് പഠിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ക്രേനിയം എന്ന് പറയുന്ന വലിയൊരു കവറിംഗ് ആണ് നമ്മുടെ തലയൊട്ടി എന്ന് പറയുന്നത്. ആ തലയൊട്ടി കഴിഞ്ഞാൽ അടുത്ത് പിന്നെ വെർട്ടബ്രൽ കോഡാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇടയിൽ ഈ സ്കള്ളിനെ താഴെയുള്ള വെർട്ടബ്രൽ കോഡുമായി കണക്ട് ചെയ്യുന്നത് ഒരു ഹോളുണ്ട്. ആ ഹോളാണ് ശരിക്കും ഈ ഫൊറാമൻ മാഗ്നം. ഫൊറാമൻ മാഗ്നത്തിലൂടെയാണ് ബ്രെയിൻ സ്പൈനൽ കോഡ് തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്നത്. അതാണ് പറഞ്ഞത്, എ ബിഗ് ഹോൾ അറ്റ് ദ ബേസ് ഓഫ് ദ സ്കൾ ത്രൂ വിച്ച് ദ ബ്രെയിൻ ഈസ് കണക്റ്റഡ് ടു ദ സ്പൈനൽ കോഡ്. ബ്രെയിനും സ്പൈനൽ കോഡിനെയും കൂടി കണക്ട് ചെയ്യുന്ന ആ ഹോളിനെയാണ് നമ്മൾ ഫൊറാമൻ മാഗ്നം എന്നൊക്കെ പറയുന്നത്. നമ്മൾ അതിനകത്ത് ശരിക്കും ബ്രെയിനിലുള്ള ഈ സ്കള്ളിനകത്ത് നമുക്ക് ധാരാളം അറകൾ കാണാൻ വേണ്ടി കഴിയും. ആ കുഴിക്കകത്തൂടെയാണ് ശരിക്കും ബ്രെയിൻ സ്പൈനൽ കോഡിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ ശരിക്കും നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ബോക്സ് ആണ്, ബ്രെയിൻ ബോക്സ്, സ്കൾ എന്ന് പറയുന്നത്, നമ്മുടെ തലയൊട്ടി എന്ന് പറയുന്നത്. ആ തലയൊട്ടി കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെയാണ്, അതിനോട് ചേർന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു അതിനെ ഓക്സിജൻ കോണ്ടയിൽ വെച്ച് കണക്ട് ചെയ്തിട്ട് താഴേക്ക് നമുക്ക് വെർട്ടബ്രൽ കോളം പോകുന്നുണ്ട്. അപ്പൊ ഈ ബ്രെയിൻ എന്ന് പറയുന്ന തലയൊട്ടിയുടെ അകത്തിരിക്കുന്നതും സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ നട്ടലിനുള്ളിരിക്കുകയാണ്. പക്ഷെ ഇതിനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്ത് നമ്മൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ബ്രെയിനിന്റെയും നമ്മൾ സെൻട്രൽ കനാൽ എന്നൊക്കെ പഠിച്ച് സ്പൈനൽ കോഡിനകത്തോടെ പഠിച്ചിട്ടുണ്ടാവും. അതിനകത്തോടെ സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡ് അങ്ങോട്ട് കൊണ്ട് മൂവ് ചെയ്യുന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ സ്പൈനൽ കോഡിലേക്ക്, അതായത് ബ്രെയിനിന്റെ ഭാഗത്തെ സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഹോളുണ്ട്. ആ ഹോളിനെയാണ് നമ്മൾ ഫൊറാമൻ മാഗ്നം എന്ന് പറയുന്നത്. ആ ടൈമൊക്കെ നിങ്ങൾ എൻട്രൻസിനൊക്കെ പഠിച്ചാൽ തിയറിക്ക് അത് വലിയ പ്രാധാന്യമില്ല. പിന്നെ സ്റ്റേർണം, ബ്രസ്റ്റ് ബോൺ സിറ്റുവേറ്റഡ് അലോങ് ദി മിഡിൽ ലൈൻ ഓഫ് തൊറാക്സ്. ബ്രസ്റ്റ് ബോണിനെയാണ് നമ്മൾ സ്റ്റേർണം എന്ന് പറയുന്നത്. നമ്മൾ മാറൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ നടുക്ക് ഭാഗത്ത് വരുന്ന ശരിക്കും ഈ റിബ്സ് രണ്ട് സൈഡിലും റിബ്സ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നതിന്റെ നടുക്കൂടി കാണുന്നത് സ്റ്റേർണമാണ്. അതിനെയാണ് നമ്മൾ ബ്രസ്റ്റ് ബോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഒന്ന് ഫസ്റ്റ് വെർട്ടബ്രേ അറ്റ്ലസ് എന്ന് പറയും, സെക്കൻഡ് വെർട്ടബ്രേ ആക്സിസ് എന്ന് പറയും, പിന്നെ ഓക്സിപിറ്റൽ കോണ്ടയിലാണ് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഫൊറാമൻ മാഗ്നമാണ് ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ആ ഹോളിനെയാണ് നമ്മൾ ഫൊറാമൻ മാഗ്നം എന്ന് പറയുന്നത്. സ്റ്റേർണം എന്ന് പറയുന്നതാണ് ബ്രസ്റ്റ് ബോൺ. ഇനി റിബ്സ് നമുക്ക് ഫോർമഡ് ഓഫ് 12 പെയർസ് ഓഫ് ബോൺസ്, 12 പേരാണ് റിബ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെ നമ്മൾ 3 ടൈപ്പുകളായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. റിബ്സ് ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്. 3 തരം റിബ്സ് ഉണ്ട്. അതായത് ആകെ 12 പേർ ബോൺസ് ഉണ്ട് നമുക്ക് റിബ്സിൽ. അത് 3 തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. തൊറാസിക് വെർട്ടിബ്രേ, റിബ്സ് ആൻഡ് സ്റ്റേർണം ടുഗദർ കോൾഡ് റിബ് കേജ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ തൊറാസിക് വെർട്ടിബ്രയും റിബ്സും സ്റ്റേർണം കൂടി ചേർന്നാൽ അതിനെ നമ്മൾ റിബ് കേജ്, നമ്മൾ നെഞ്ചും കൂടെന്നൊക്കെ പറയത്തില്ലേ, നെഞ്ചും കൂടെ നമ്മുടെ ഈ ഭാഗം എല്ലാം കൂടി, അതായത് ഈ ശരിക്കും പുറകുവശത്ത് തൊറാസിക് വെർട്ടിബ്ര, സൈഡിലൂടെ 2 വശത്തു നിന്ന് നമ്മുടെ വാരിയിൽ റിബ്സ് വരും, നടുക്ക് സ്റ്റേർണം. ഇത് 3 കൂടി ചേർന്ന് രൂപം കൊള്ളുന്നതാണ് റിബ് കേജ്. റിബ് കേജിന്റെ ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നോട്ടിൽ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കുക. റിബ് കേജ് എന്ന് പറയുന്നത് നെഞ്ചും കൂടെ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നത് അപ്പൊ എത്ര വെർട്ടിബ്ര വരും? തൊറാസിക് വെർട്ടിബ്ര എത്രയാ പറഞ്ഞത്? 12 വെർട്ടിബ്ര ഉണ്ട്. റിബ്സ് 24 ബോണുകളാണുള്ളത്. സ്റ്റേർണം എന്ന് പറഞ്ഞു. ഇത് 3 കൂടി ചേരുന്ന ഈ 24 വാരിയലുകളും ഒരു സ്റ്റേർണം ബോണും 12 തൊറാസിക് വെർട്ടിബ്രയും കൂടി ചേരുന്നതാണ് നമ്മൾ റിബ് കേജ്, നെഞ്ചും കൂടെ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എന്താണ് അതിന്റെ പ്രാധാന്യം? ഈ റിബ് കേജിനുള്ളിലാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില അവയവങ്ങൾ. ഏതൊക്കെയാണ്? റിബ് കേജിനകത്ത് സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ ഹാർട്ട് ഉണ്ട്, ലങ്സ് ഉണ്ട്, ലിവർ ഉണ്ട്. ഇങ്ങനെയുള്ള അവയവങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഈ റിബ് കേജിന്റെ ഭാഗത്താണ്. അതായത് വളരെ പ്രൊട്ടക്റ്റീവ് ആണ് റിബ് കേജ് എന്നർത്ഥം. ഈ നെഞ്ചും കൂടിനുള്ളിൽ ഈ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവയവങ്ങളെല്ലാം സംരക്ഷിക്കുന്നു ഒരു പ്രധാന ഭാഗമാണ് റിബ് കേജ് എന്ന് പറയുന്നത്. ആ റിബ് കേജിൽ തൊറാസിക് വെർട്ടിബ്ര ഉണ്ട്, റിബ്സ് ഉണ്ട്, സ്റ്റേർണം ഉണ്ട്. അതിൽ തൊറാസിക് വെർട്ടിബ്ര 12 എണ്ണം, റിബ്സ് 24, സ്റ്റേർണം വരുന്നു. ഇതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ റിബ് കേജ് അല്ലെങ്കിൽ നെഞ്ചും കൂട് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പൊ ആകെ നമുക്ക് റിബ്സിൽ
12 പെയർ ഓഫ് ബോൺസ് ആണുള്ളത്. അതിന് 3ആയി തരംതിരിച്ചിട്ടുണ്ട്: തൊറാസിക് വെർട്ടിബ്ര, റിബ്സ് ആൻഡ് സ്റ്റേർണം. ഇനി ഈ റിബ്സ് 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറയുന്നത്. ട്രൂ റിബ്സ്, ഫോൾസ് റിബ്സ്, ഫ്ലോട്ടിംഗ് റിബ്സ് എന്നിങ്ങനെ 3 തരം റിബ്സ് ആണുള്ളത്. വാരിയെല്ലുകൾ 3 തരത്തിലുണ്ട്: ട്രൂ റിബ്സ്, ഫോൾസ് റിബ്സ്, ഫ്ലോട്ടിംഗ് റിബ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. ട്രൂ റിബ്സ്, ഫോൾസ് റിബ്സ്, ഫ്ലോട്ടിംഗ് റിബ്സ് 3 തരം റിബ്സ് ആണ്. വാരിയെല്ലുകൾ 3 തരത്തിലുണ്ട്. ഒന്ന് ട്രൂ റിബ്സ്, മറ്റൊന്ന് ഫോൾസ് റിബ്സ്, മറ്റൊന്ന് ഫ്ലോട്ടിംഗ് റിബ്സ്. അതില് ഈ ട്രൂ റിബ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ 7 പെയർ റിബ്സിനെയാണ് നമ്മൾ ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് 7 പെയേഴ്സ്, ആദ്യത്തെ 7 പെയർ റിബ്സ് ആണ് ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് 7 പെയേഴ്സ് റിബ്സ് ആണ് കോൾഡ് ട്രൂ റിബ്സ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ആർ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു സ്റ്റേർണം. അത് ശരിക്കും ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ട്രൂ റിബ്സ് എന്ന് പറയുന്നത് അതിന്റെ 2 അറ്റവും, അതായത് ഇങ്ങനെ വായുവിൽ നമ്മൾ സൈഡിലൂടെയാണ് വരുന്നത്, അതിന്റെ ഒരറ്റം അപ്പുറത്ത് തൊറാസിക് വെർട്ടിബ്രയിൽ അറ്റാച്ച് ചെയ്യുന്നു. ആ ഭാഗം തൊറാസിക്, നമ്മുടെ ചിത്രത്തിൽ നോക്കി അറിയാം, ഒരു ഭാഗം തൊറാസിക് വെർട്ടിബ്രയിൽ അറ്റാച്ച് ചെയ്തിട്ട് മറുഭാഗം സ്റ്റേർണമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇരുഭാഗങ്ങളിൽ അറ്റാച്ച് ചെയ്ത് ഉറച്ചു നിൽക്കുന്ന ഈ ബോണുകളെയാണ് ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. മനസ്സിലായത്? അപ്പൊ ട്രൂ റിബ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത ഏതാണ്? ഫസ്റ്റ് 7 പെയേഴ്സ് ആണ് ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. ദേ ആർ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു സ്റ്റേർണം. സ്റ്റേർണത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് തൊറാസിക് വെർട്ടിബ്രയിൽ നിന്ന് വന്നിട്ട് റിബ്സ് വന്ന് നേരെ വന്നിട്ട് ഇതിലേക്ക്. അപ്പൊ അത് ഒരിക്കലും ഇളകാത്ത ഇരുവശങ്ങളിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഒരു ഭാഗത്ത് തൊറാസിക് വെർട്ടിബ്രയായിട്ടും മുൻവശത്ത് സ്റ്റേർണവുമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ വെർട്ടിബ്രകളെയാണ് നമ്മൾ ട്രൂ റിബ്സ്. ഫസ്റ്റ് 7 പെയേഴ്സ് ആണ് ട്രൂ റിബ്സ്. എല്ലാ ട്രൂ റിബ്സുകളും 2 സൈഡിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ ട്രൂ റിബ്സ്. ഇനി രണ്ടാമത്തെ ഫോൾസ് റിബ്സ് ആണ്, അല്ലെങ്കിൽ വെർട്ടിബ്രോ കോർണർ റിബ്സ് എന്നും പറയുന്നു. ഫോൾസ് റിബ്സ് അല്ലെങ്കിൽ വെർട്ടിബ്രോ കോർണർ റിബ്സ് 8 to 10 പെയേഴ്സ്, 8, 9, 10 എന്നീ 3 പേരുകളെയാണ് നമ്മൾ ഫോൾസ് റിബ്സ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് വെർട്ടിബ്രോ കോർണർ റിബ്സ് എന്ന് പറയുന്നത്. 8 to 10 പെയേഴ്സ്, 8, 9, 10 പേരുകൾ. അവയുടെ പ്രത്യേകത ദേ ആർ നോട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു സ്റ്റേർണം. അതിന്റെ പ്രത്യേകത ഈ 3 പേരുകളും നേരിട്ട് സ്റ്റേർണത്തിലേക്ക് അറ്റാച്ച് ചെയ്തില്ല. അപ്പുറത്തെ സൈഡിൽ തൊറാസിക് വെർട്ടിബ്രയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് 8, 9, 10 വെർട്ടിബ്ര പുറകുവശത്ത് തൊറാസിക് വെർട്ടിബ്രയാണ് തുടങ്ങുന്നത്. പക്ഷെ മുൻവശത്ത് വരുമ്പോൾ അവ 7ാമത്തെ റിബുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് നേരിട്ട് സ്റ്റേർണത്തിലേക്ക് അറ്റാച്ച് ചെയ്തതിന് പകരം ദേ ആർ അറ്റാച്ച്ഡ് ടു ദി 7th റിബ്, 7ാമത്തെ റിബുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് പുറകുവശത്ത് തൊറാസിക് വെർട്ടിബ്രയിൽ തന്നെയാണ് തുടങ്ങുന്നത്, അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ മുൻവശത്ത് വരുമ്പോൾ ഡയറക്റ്റ്ലി സ്റ്റേർണത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് പകരം 7ാമത്തെ റിബുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ഫോൾസ് റിബ്സ് അല്ലെങ്കിൽ വെർട്ടിബ്രോ കോർണർ റിബ്സ് എന്ന് പറയുന്നത്. ഫോൾസ് റിബ്സ് ആണ് പൂർണ്ണമായി എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ ട്രൂ റിബ്സ് നമ്മൾ പറഞ്ഞല്ലോ, 2 വശത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ഇളകാത്ത ബോണുകൾ, ഇളകാത്ത റിബുകളാണ്. അതായത് അവിടെ പുറകുവശത്ത് തൊറാസിക് വെർട്ടിബ്രയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, മുൻവശത്ത് സ്റ്റേർണമായിട്ട് അറ്റാച്ച്. അപ്പൊ അങ്ങനെ ഉറച്ചിരിക്കുന്നതാണ് ആദ്യത്തെ 7 അതാണ് ട്രൂ റിബ്സ്. എന്നാൽ പിന്നെയുള്ള 3 അതായത് 8, 9, 10 റിബുകൾ ഒന്നിച്ച് ഒരു വശത്ത് അപ്പുറത്തെ തൊറാസിക് വെർട്ടിബ്രയായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് മുൻവശത്ത് വരുമ്പോൾ അത് 7ാമത്തെ റിബുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് നമ്മൾ ഫോൾസ് റിബ്സ് എന്ന് പറയുന്നത്. ഇനി പിന്നെയുള്ള ഫ്ലോട്ടിംഗ് റിബ്സ് ആണ്. ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ 2 പേർ, 11, 12 പേരുകളെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് റിബ്സിന്റെ പ്രത്യേകത അവർ നോട്ട് കണക്റ്റഡ് ടു സ്റ്റേർണം. അവ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടേ ഇല്ല, സ്റ്റേർണമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല, റിബ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല. അവ ഇവിടെ മുൻവശത്ത് വരുമ്പോൾ ഈ ഏറ്റവും അടിയിലത്തെ 2 ഇങ്ങനെ പ്രൊജക്റ്റ് നിൽക്കുന്നേ ഉള്ളൂ. അപ്പുറത്തെ വശത്ത് തൊറാസിക് വെർട്ടിബ്രയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇപ്പുറത്ത് വരുമ്പോൾ അത് സ്വതന്ത്രമാണ്, ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് 3 തരം റിബ്സ് ഉണ്ട്: ട്രൂ റിബ്സ്, ഫോൾസ് റിബ്സ്, ഫ്ലോട്ടിംഗ് റിബ്സ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ് ഓർത്തിരിക്കുന്നത്. ട്രൂ റിബ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ അറ്റാച്ച്ഡ് ടു തൊറാസിക് വെർട്ടിബ്ര ആൻഡ് ഇൻ ഫ്രണ്ട് ദേ ആർ അറ്റാച്ച്ഡ് ടു ദി സ്റ്റേർണം. ഡോഴ്സൽ സൈഡിൽ പിൻവശത്ത് അറ്റാച്ച്ഡ് ടു തൊറാസിക് വെർട്ടിബ്ര ആൻഡ് വെൻട്രൽ സൈഡിൽ അറ്റാച്ച്ഡ് ടു സ്റ്റേർണം. ഫോൾസ് റിബ്സ് ആകുമ്പോൾ ഡോഴ്സലി ദേ ആർ അറ്റാച്ച്ഡ് ടു vertebral column, but ventrally they are attached to 7th rib. 7th റിബുമായിട്ട് അറ്റാച്ച്. അതുകൊണ്ടാണ് അതിനെ ശരിക്കും ഫോൾസ് റിബ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറഞ്ഞാൽ ഡോഴ്സലി ദേ ആർ അറ്റാച്ച്ഡ് ടു തൊറാസിക് വെർട്ടിബ്ര, ബട്ട് വെൻട്രലി ദേ ആർ ഫ്രീ, അല്ലെങ്കിൽ ദേ ആർ ഫ്ലോട്ടിംഗ്. വെൻട്രൽ സൈഡ് വരുമ്പോൾ അവർ 2 ഫ്രീ ആണ്, ഫ്ലോട്ടിംഗ് ആണ്. അതുകൊണ്ടാണ് അത് ഫ്ലോട്ടിംഗ് റിബ്സ് ഉള്ളത്. അപ്പൊ ഈ 3 തരം റിബ്സ് ആണ് നമുക്കുള്ളത്. ട്രൂ റിബ്സ് ഉണ്ട്, ഫോൾസ് റിബ്സ് ഉണ്ട്, ഫ്ലോട്ടിംഗ് റിബ്സ് ഉണ്ട്. ആ വ്യത്യാസം ഓർത്തിരിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഈ 3 റിബുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ട്രൂ റിബ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: 2 സൈഡും അറ്റാച്ച്, ഒരു ഭാഗത്ത് പുറകുവശത്തുള്ള തൊറാസിക് വെർട്ടിബ്രയുമായിട്ടും മുൻവശത്ത് സ്റ്റേർണവുമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്ന വെർട്ടിബ്രയാണെങ്കിൽ അത്തരം വെർട്ടിബ്രകളെ നമ്മൾ ട്രൂ റിബുകൾ എന്ന് പറയും. അതാണ് ഓർത്തിരിക്കുന്നത്. പക്ഷെ ഫോൾസ് റിബ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഫോൾസ് റിബ്സ് ശരിക്കും
പുറകുവശത്ത് thoracic vertebrae അറ്റാച്ച് മുൻവശത്ത് വരുമ്പോൾ അവ ഏഴാമത്തെ റിബുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, സ്റ്റെർണുമായിട്ട് അറ്റാച്ച് ചെയ്തില്ല. പകരം ഏഴാമത്തെ റിബ് വഴി സ്റ്റെർണുമായിട്ട് അറ്റാച്ച് ചെയ്തു, അങ്ങനെ പറയാം. അത് ഉറച്ചിരിക്കുകയാണ്, കാരണം ഏഴാമത്തെ റിബുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അതാണ് ഫോർസെപ്സ്. പക്ഷേ അവസാനത്തെ 2 പേർ 11, 12 പേരുള്ള പ്രത്യേകത അത് ഫ്ലോട്ടിംഗ് റിബ്സ് ആണ്. അപ്പുറത്തെ thoracic vertebrae തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരുമ്പോൾ ഫ്രീ ആണ്, മുൻവശത്ത് വരുമ്പോൾ ഒന്നുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല. അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ റിബ്സിന്റെ പ്രത്യേകത. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിബ്സിൽ 24 റിബ്സ് അല്ലെങ്കിൽ 12 പെയർ റിബ്സ് ഉണ്ട്. അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ആദ്യത്തെ 7 പേരാണ് ട്രൂ റിബ്സ്, പിന്നത്തെ 3 പേർ 8, 9, 10 പേരുകളെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ഫോൾസ് റിബ്സ് എന്ന് പറയുന്നത്. അവസാനത്തെ 2 11, 12 പേരുകളാണ് ഫ്ലോട്ടിംഗ് റിബ്സ്. അവയുടെ പ്രത്യേകതകളും എന്താണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ട്രൂ റിബ്സിന്റെ 2 സൈഡും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫോൾസ് റിബ്സിന്റെ ഒരു സൈഡ് അറ്റാച്ച് ചെയ്തു, മറു സൈഡ് ഏഴാമത്തെ റിബുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ 2 ഫ്ലോട്ടിംഗ് റിബ്സ് ആണ്. ഫ്ലോട്ടിംഗ് റിബ്സ് ഡോഴ്സൽ സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, വെൻട്രൽ സൈഡിൽ ഫ്രീ ആണ്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. അതായത് ഞാൻ പറഞ്ഞിപ്പം ഈ വെർട്ടിബ്രൽ കോളത്തിന്റെ ഡിവിഷൻ മുതലാണ് നമുക്ക് ആകെ 26 വെർട്ടിബ്രയാണുള്ളത്. അതിന് നമ്മൾ പറഞ്ഞു 5 ഡിവിഷനുകളാണുള്ളത്. സെർവിക്കൽ വെർട്ടിബ്ര 7, thoracic വെർട്ടിബ്ര 12, ലൂംബാർ വെർട്ടിബ്ര 5, സേക്രൽ വെർട്ടിബ്ര 1, കോക്സിസ് വെർട്ടിബ്ര 1. അങ്ങനെ ആകെ 26 വെർട്ടിബ്രയാണ് നമുക്കുള്ളത്. സെർവിക്കൽ 7, thoracic 12, ലൂംബാർ 5, സേക്രൽ 1, കോക്സിസ് 1. മനസ്സിലായല്ലോ? വെർട്ടിബ്രൽ കോളത്തിന്റെ 26 ബോണുകളുടെ പേര് എങ്ങനെയാണ് പഠിക്കേണ്ടത്? സെർവിക്കൽ വെർട്ടിബ്രയാണ് നമ്മൾ 7 എന്ന് പറഞ്ഞിരിക്കുന്നത്. thoracic എന്ന് പറയുന്നത് 12 ഉണ്ട്, ലൂംബാർ 5 ആണ്, സേക്രൽ 1, കോക്സിസ് 1. അങ്ങനെ ആകെ 26 വെർട്ടിബ്രൽ. പിന്നെ നമ്മൾ പറഞ്ഞത് അതിൽ 1-2 കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ട പറഞ്ഞു. ഫസ്റ്റ് വെർട്ടിബ്രേ അറ്റ്ലസ് എന്നും സെക്കൻഡ് വെർട്ടിബ്രേ ആക്സിസ് എന്നുമാണ് പറയുന്നത്. പിന്നെ സ്റ്റേർണം എന്ന് പറയുന്നതാണ് അടുത്ത ബോണ്. സ്റ്റേർണം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ബോണാണ്. അത് നമ്മുടെ തൊറാക്സിന്റെ മിഡിൽ ഭാഗത്തായിട്ട് കാണപ്പെടുന്നു. പിന്നുള്ളത് റിബ്സ് ആണ്, വാരിയലുകൾ. നമുക്കാകെ 12 പെയർസ് റിബ്സ് ഉണ്ട്. അവയ്ക്ക് നമ്മൾ 3 ഡിവിഷനുകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഒന്ന് ട്രൂ റിബ്സ്, മറ്റൊന്ന് ഫോൾസ് റിബ്സ്, പിന്നൊന്ന് ഫ്ലോട്ടിംഗ് റിബ്സ്. വ്യത്യാസം എന്ന് പറയുന്നത് ട്രൂ റിബ്സ് ഡോഴ്സലി അറ്റാച്ച്ഡ് ടു സ്റ്റെർണം, ഡോഴ്സലി അറ്റാച്ച്ഡ് ടു thoracic vertebra, ventrally attached to sternum. ആദ്യത്തെ 7 പെയർസ്. പിന്നെ ഫോൾസ് റിബ്സ് എന്ന് പറയുന്നത് 8, 9, 10 പെയറുകൾ. അത് ഡോഴ്സലി അറ്റാച്ച്ഡ് ടു വെർട്ടിബ്രൽ കോളം, വെൻട്രലി അറ്റാച്ച്ഡ് ടു 7th റിബ്. പിന്നെ മൂന്നാമത്തെ ഫ്ലോട്ടിംഗ് റിബ്സ് ഡോഴ്സലി അറ്റാച്ച്ഡ് ടു വെർട്ടിബ്രൽ കോളം, വെൻട്രലി ദേ ആർ ഫ്ലോട്ടിംഗ് ഓർ ഫ്രീ. 11th and 12th പെയർ. ഇങ്ങനെയാണ് 3 റിബ്സ്. അപ്പോൾ അങ്ങനെ 3. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പം പഠിച്ചു വയ്ക്കേണ്ടത്. ഒന്ന്, വെർട്ടിബ്രൽ കോളത്തിന്റെ 5 ഡിവിഷനുകൾ: സെർവിക്കൽ, തൊറാസിക്, ലൂംബാർ, സേക്രൽ ആൻഡ് കോക്സിസ്. അതിൽ സെർവിക്കൽ 7 ഉണ്ട്, തൊറാസിക് 12 ഉണ്ട്, ലൂംബാർ 5 സേക്രൽ 1, കോക്സിസ് 1. പിന്നെ ഫസ്റ്റ് വെർട്ടിബ്രേ അറ്റ്ലസ് എന്ന് പറയുന്നു, സെക്കൻഡ് വെർട്ടിബ്രേ ആക്സിസ് എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ സ്റ്റെർണം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ബോണാണ്. റിബ്സ് 12 പെയർസ് ഉണ്ട്. അത് 3 കാറ്റഗറിയെ തിരിച്ചിട്ടുണ്ട്: ട്രൂ റിബ്സ്, ഫോൾസ് റിബ്സ്, ഫ്ലോട്ടിംഗ് റിബ്സ്. ട്രൂ റിബ്സ് 2 സൈഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ thoracic vertebrae ആയിട്ടും ഫ്രണ്ട് സൈഡിൽ സ്റ്റെർണുമായിട്ടും. ഫ്ലോട്ടിംഗ് റിബ്സ് ഫോൾസ് റിബ്സ് ഡോഴ്സൽ സൈഡിൽ അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ അറ്റാച്ച്ഡ് ടു thoracic vertebra, ബട്ട് ദേ ആർ അറ്റാച്ച്ഡ് ടു 7th rib. ദെൻ തേർഡ് കാറ്റഗറിയാണ് ഫ്ലോട്ടിംഗ് റിബ്സ്, 11th and 12th pairs. They are back side they are attached to thoracic vertebra, front side they are free or floating. അതാണ് നമ്മൾ ഫോൾസ് റിബ്സ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയണം എന്തൊക്കെയാണ്. അതായത് ഇത്രയും കാര്യങ്ങളൊന്ന് വെർട്ടിബ്രൽ കോളത്തിന്റെ ഡിവിഷൻസ് നമ്മൾ 5 ഡിവിഷനാണ്: സെർവിക്കൽ 7, thoracic 12, ലൂംബാർ 5, സേക്രൽ 1, കോക്സിസ് 1. പിന്നെ ഫസ്റ്റ് വെർട്ടിബ്ര അറ്റ്ലസ്, സെക്കൻഡ് വെർട്ടിബ്ര ആക്സിസ്. അതുപോലെ തന്നെ സ്റ്റെർണം, ബ്രസ്റ്റ് ബോണുള്ള സ്റ്റെർണം. ഈ ഇടയ്ക്കുള്ള ഓക്സിജറ്റ് കൊണ്ട് പറയാൻ ഒന്നും വേണമെന്നില്ല. പിന്നെ സ്റ്റെർണമാണ് ബ്രസ്റ്റ് ബോൺ പറയുന്നത്. പിന്നെ റിബ്സ് 3 ടൈപ്സ് ആണ്: ട്രൂ റിബ്സ്, ഫോൾസ് റിബ്സ്, ഫ്ലോട്ടിംഗ് റിബ്സ്. ട്രൂ റിബ്സ് ഫസ്റ്റ് 7 പെയർസ് അറ്റാച്ച്ഡ് ബാക്ക് സൈഡ് ടു thoracic vertebra, then front side to the sternum.
രണ്ടാമത്തെ ഫോൾസ് റിബ്സ് ആണെങ്കിൽ ബാക്ക് സൈഡ് അറ്റാച്ച് ടു thoracic vertebra, ഫ്രണ്ട് they are attached to 7th rib. മൂന്നാമത്തേതാണ് ഫ്ലോട്ടിംഗ് റിബ്സ്, 11th and 12th pairs ആണ്. അതിൻ്റെ പ്രത്യേകത they are back side they are attached to thoracic vertebra, front side they are floating or free. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ആ റിബ് കേജ് എന്ന വാക്ക് ഓർത്തിരിക്കുക. thoracic vertebra, ribs and sternum together called rib cage. thoracic vertebrae റിബ്സിനെയും സ്റ്റേർണത്തിനെയും കൂടെ ഒന്നിച്ച് പറയുന്ന പേരാണ് റിബ് കേജ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓർത്തിരിക്കണം 12, 24, 36, 37 ബോണുകൾ റിബ് കേജിൽ വരും. thoracic vertebra 12 എണ്ണം, റിബ്സ് 24 എണ്ണം, 36 പിന്നെ സ്റ്റേർണം ഒരെണ്ണം, ഇങ്ങനെ ആകെ 37 വെർട്ടിബ്ര റിബ് കേജിൽ വരും. റിബ് കേജിൻ്റെ പ്രാധാന്യം ഇതാണ്. ഹാർട്ട്, ലങ്സ്, ലിവർ തുടങ്ങി നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവങ്ങളെല്ലാം അതിൻ്റെ അകത്തായിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഒന്ന്, the vertebral column is made up of 5 regions: cervical 7 vertebra, thoracic 12 vertebra, lumbar 5 vertebra, sacral 1 vertebra, coccyx 1 vertebra. First vertebra is called atlas, second vertebra is called axis. Then sternum is the breast bone. Then ribs 12 pairs or 24 bones. Three types of ribs: two ribs, false ribs, floating ribs. Two ribs means they are attached directly to sternum in front side and to thoracic vertebra in back side, like dorsal side. False ribs means they are not attached to nor attached directly to sternum, but they are attached to the 7th rib ventrally, left front side. Dorsal side they are attached to thoracic vertebra. 8, 9, 10 pair ആണ് നമ്മൾ false ribs എന്നുള്ളത്. And floating ribs are last 2 pairs, 11th and 12th pairs. They are attached to thoracic vertebra dorsally, but in ventral side they are free or floating. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇതും കൂടി thoracic vertebra and sternum together called rib cage. ഇത്രയും കാര്യങ്ങൾ ആർക്കെങ്കിലും പറയാമോ? വെർട്ടബ്രൽ ഡിവിഷനും ഏതൊക്കെയാണ് വെർട്ടബ്ര, റിബ്സിന്റെ ക്രമീകരണം പറയുന്നുണ്ട്. Vertebral column is made up of 26 bones, which are called vertebrae. They are of 5 types: cervical 7 vertebrae, thoracic 12 vertebrae, lumbar 5 vertebrae, sacral 1 vertebrae, and coccyx 1 vertebrae. Atlas is the first vertebrae. Second vertebrae is known as axis. Sternum is the breastbone. Ribs are made up of 12 pairs of bones or 24 bones. Thoracic vertebrae, ribs and sternum are together called rib cage. Ribs are classified into 3 true ribs. First 7th pair of ribs is known as true ribs. They are dorsally attached to the thoracic vertebra and ventrally to the sternum. False ribs 8th to 10th pair. They are dorsally attached to the thoracic vertebra and ventrally attached to the 7th rib. Floating ribs 11th and 12th pair. They are dorsally attached to thoracic vertebra and ventrally they are free. Okay, good, Camilla. ഇനി ആരാ പറയുന്നത്? പറയൂ. Thoracic vertebrae, ribs and sternum together are called a rib cage. Classified into these
The true ribs, false ribs, and ribs. True ribs have 1 to 7 pairs. They are dorsally attached to vertebrae and ventrally attached to sternum. False ribs, there are 8 to 10 pairs. They are dorsally attached to thoracic vertebrae and ventrally attached to the 7th rib. And there are 11 and 12 pairs. They are dorsally attached to vertebrae. They are floating. നീ ആർക്ക് പറയാം? മറ്റതില്ലേ? അതായത് നമ്മൾ അതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട റീജിയനുകളുടെ പേരുകളാണ്. ഒന്നാമത് വെർട്ടിബ്രൽ കോളത്തിൽ നമുക്ക് 5 റീജിയൻസ് ഉണ്ട്. സെർവിക്കൽ, തൊറാസിക്, ലൂംബാർ, സേക്രൽ, കോക്സിസ്. അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചിരിക്കണം, അക്രമത്തിൽ പഠിച്ചാൽ മതി. സെർവിക്കൽ, തൊറാസിക്, ലൂംബാർ, സേക്രൽ ആൻഡ് കോക്സിസ്. അതിൽ സെർവിക്കൽ 7 എണ്ണമാണ്, തൊറാസിക് 12 എണ്ണമാണ്, ലൂംബാർ 5 എണ്ണമാണ്, സേക്രലും കോക്സിസും ഓരോന്ന് വീതമാണ്. അങ്ങനെ ആകെ നമുക്ക് 26 ബോൺസാണ് വെർട്ടിബ്രൽ കോളത്തിലുള്ളത്. അതിൽ ഓർത്തിരിക്കേണ്ട 2 എണ്ണമാണ് ഫസ്റ്റ് വെർട്ടിബ്ര അറ്റ്ലസും സെക്കൻഡ് വെർട്ടിബ്ര ആക്സിസും ആണെന്ന് ഓർത്തിരിക്കുക. വെർട്ടിബ്രൽ കോളം കഴിഞ്ഞ് പിന്നെ അടുത്ത് വരുന്നത് സ്റ്റേർണം റീജിയനാണ്. സ്റ്റേർണം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ബോണിനെ തന്നെയാണ് സ്റ്റേർണം പറയുന്നത്. പിന്നെ വരുന്നതാണ് റിബ്സ്. റിബ്സ് നമുക്ക് ശരിക്കും ആകെ 12 പേഴ്സ് ഉണ്ട്. റിബ്സിന്റെ പ്രത്യേകത, ഈ റിബ്സ് ശരിക്കും സ്റ്റേർണവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, മറുവശത്ത് തൊറാസിക് വെർട്ടിബ്രയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ തൊറാസിക് വെർട്ടിബ്രയും റിബ്സും സ്റ്റേർണവും കൂടെ ഒന്നിച്ച് വരുമ്പോൾ അതിനെ നമ്മൾ റിബ് കേജ് എന്ന് പറയും. തൊറാസിക് വെർട്ടിബ്രയും റിബ്സും സ്റ്റേർണവും കൂടി ചേരുന്നതാണ് റിബ് കേജ്. അതിൽ ഈ റിബ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. ട്രൂ റിബ്സ് ഉണ്ട്, ഫോൾസ് റിബ്സ് ഉണ്ട്, ഫ്ലോട്ടിംഗ് റിബ്സ് ഉണ്ട്. ഈ ഫോൾസ് റിബ്സിനെ നമ്മൾ വെർട്ടിബ്രൽ കോളം റിബ്സ് എന്നും പറയും, അതോർത്താണ്. ട്രൂ റിബ്സിന് പ്രത്യേകത, ട്രൂ റിബ്സ് 2 സൈഡ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതല്ല വളരെ ഫേമാണ്, 2 സൈഡ് അറ്റാച്ച് ചെയ്യുന്നത്. ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ഡോഴ്സൽ സൈഡിൽ തൊറാസിക് വെർട്ടിബ്രയുമായിട്ടും വെൻട്രൽ സൈഡിൽ അത് നമ്മുടെ സ്റ്റേർണവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. 2 സൈഡ് അറ്റാച്ച് ചെയ്ത്, അതാണ് ട്രൂ റിബ്സ്. നേരെ മറിച്ച് ഫോൾസ് റിബ്സിന്റെ പ്രത്യേകത, ഫോൾസ് റിബ്സ് ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഡോഴ്സൽ സൈഡിൽ അത് തൊറാസിക് വെർട്ടിബ്രയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫ്രണ്ട് സൈഡിലെത്തുമ്പോൾ അത് കുറച്ച് ഫ്രീ ആണ്. എന്താ ചെയ്തിരിക്കുന്നത്? നേരെ പോയിട്ട് 7ാമത്തെ വെർട്ടിബ്രയായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, 7ാമത്തെ റിബുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ട്രൂ റിബിലെ 7ാമത്തേതാണ് ട്രൂ റിബ്, അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റേർണത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് പകരം 7ാമത്തെ റിബിലേക്കാണ് അറ്റാച്ച് ചെയ്തത്. അതിനെയാണ് നമ്മൾ ഫോൾസ് റിബ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഫ്ലോട്ടിംഗ് റിബ്സ് അങ്ങനെയല്ല. ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ലോവർ സൈഡിൽ അത് തൊറാസിക് വെർട്ടിബ്രയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട് സൈഡിൽ എത്തുമ്പോൾ അത് ഫ്രീ ആണ്, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ആണ്. അതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ്, അത് വെറുതെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ് ഫ്ലോട്ടിംഗ് റിബ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഈ നമ്മുടെ ആക്സിയൽ സ്കെൽട്ടൺ എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആക്സിയൽ സ്കെൽട്ടണിലുള്ള ആകെ 80 ബോണ്ടുകളുടെ ക്രമീകരണമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആകെ നമ്മൾ പഠിച്ചത് ആക്സിയൽ സ്കെൽട്ടണിൽ 80 ബോണ്ടുകളുണ്ട്. ആ 80 ബോണ്ടുകളിൽ നമ്മൾ പഠിച്ചു. ആദ്യം പറഞ്ഞത് സ്കൾ ബോണുകളാണ്. സ്കൾ ബോൺ 29 ബോൺസ് ആണ്. അത് നമ്മൾ പഠിച്ചു. ആ സ്കൾ ബോണിലെ 29 ബോൺസ് പറയാൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു. അതിൽ ക്രേനിയത്തിലെ 8 ബോണുകളുണ്ട്, ഫേഷ്യൽ ബോൺസ് 14 എണ്ണം ഉണ്ട്, പിന്നെ ഹയോയിഡ് എന്ന് പറഞ്ഞൊരു ബോണുണ്ട്, ഇയർ ബോൺസ് 6 എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ 3 പേഴ്സ് ഉണ്ട്, 6 എണ്ണം ഉണ്ട്. അങ്ങനെ ആകെ അത് തന്നെ 29 ബോണുകൾ വരും. 2ാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ വെർട്ടിബ്രയാണ്. 26 ബോൺസ് ആണ് ആകെ ഉള്ളത്. അതിൽ സെർവിക്കൽ വെർട്ടിബ്ര ആകെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ 7 എണ്ണമാണ്. പിന്നെ വരുന്ന 12 പേരാണ് തൊറാസിക് വെർട്ടിബ്ര, 12 വെർട്ടിബ്രയാണ് തൊറാസിക് വെർട്ടിബ്ര. പിന്നെ വരുന്ന 5 എണ്ണമാണ് ലൂംബ. പിന്നെ വരുന്ന 1 എണ്ണമാണ് സേക്രൽ, 1 എണ്ണമാണ് കോക്സിസ്. അതാണ് നമ്മൾ വെർട്ടിബ്രൽ കോളം. പിന്നെ സ്റ്റേർണമാണ് 1 എണ്ണം, വാരിയലുകളാണ് ബാക്കി. ആദ്യത്തെ 7 പേർ റിബ്സിനെ നമ്മൾ ട്രൂ റിബ്സ് എന്നും, പിന്നത്തെ 3 എണ്ണത്തിനെ ഫോൾസ് റിബ്സ് എന്നും, ലാസ്റ്റിലത്തെ 2 എണ്ണത്തിനെ ഫ്ലോട്ടിംഗ് റിബ്സ് എന്നും പറയും. അപ്പോൾ അത് മാത്രമായി നമ്മളൊരു ക്ലാസിഫിക്കേഷനായിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ് പറയേണ്ടത്. അതായത് മൊത്തം ഡിവിഷൻ പറയുകയാണ്, ഒന്നിച്ച് പറയുകയാണെങ്കിൽ ആകെ നമുക്ക് ആക്സിയൽ സ്കെൽട്ടണിൽ 80 ബോണുകളുണ്ട്. അതിൽ 1ാമത്തേത് നമ്മൾ സ്കള്ളാണ്. സ്കള്ളിൽ മാത്രം
29 ബോണുകളുണ്ട്. അതിൽ 8 ക്രേനിയൽ ബോണുകളാണ്. ആ 29 ബോണാണ് നമ്മൾ പറയുന്നത്. ക്രേനിയൽ ബോൺ 8 ഉണ്ട്, ഫേഷ്യൽ ബോൺസ് 14 ഉണ്ട്, ഹയോയിഡ് 1 ഉണ്ട്, ഇയർ ബോൺസ് 6 ഉണ്ട്. അങ്ങനെ ആകെ 29 ബോൺ. രണ്ടാമത്തെ റീജിയനാണ് വെർട്ടബ്രൽ കോളത്തിൽ കാണപ്പെടുന്ന 26 ബോൺസ്. അതിൽ സെർവിക്കൽ 7 പിന്നെ തൊറാസിക് 12 ലൂംബാർ 5 സേക്രലും കോക്സും ഓരോന്നും. പിന്നെ ഒരെണ്ണം സ്റ്റേർണമാണ് നമ്മുടെ ശരിക്കും ബ്രസ്റ്റ് ബോൺ എന്ന് പറയുന്നത്. കൂടാതെ റിബ്സ് ആണ് 12 പേർ. അതിനെ തന്നെ 3 തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 7 ട്രൂത്ത് റിബ് എന്നും, പിന്നത്തെ 3 8, 9, 10 എന്നിവയെ നമ്മൾ ഫോൾസ് റിബ്സ് എന്നും, ലാസ്റ്റ് 2 11, 12 പേരുകളെ ഫ്ലോട്ടിംഗ് റിബ്സ് എന്നും പറയും. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ആക്സിയൽ സ്കെൽറ്റന്റെ ക്രമീകരണം. അപ്പൊ ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ശരിക്കും ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറയുന്നത് ജനറലായിട്ട് പറയുമ്പോൾ ആക്സിയൽ സ്കെൽറ്റനിൽ തന്നെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. സ്കള്ളുണ്ട്, വെർട്ടബ്രൽ കോളം ഉണ്ട്, സ്റ്റേർണം ഉണ്ട്, റിബ്സ് ഉണ്ട്. ഈ 4 റീജിയനുകളായിട്ടാണ് ഈ 80 ബോണുകൾ വരുന്നത്. ആദ്യത്തെ സ്കള്ളിൽ 29 ബോണുകളുണ്ട്, വെർട്ടബ്രൽ കോളത്തിൽ 26 ബോണുകളുണ്ട്, സ്റ്റേർണത്തിൽ 1 ബോണാണുള്ളത്, റിബ്സിൽ 12 പെയർ അല്ലെങ്കിൽ 24 ബോണുകൾ. അങ്ങനെ ആകെ 80 ബോണുകളായി. അതിൽ ഓരോന്നിലുണ്ട്. അങ്ങനെ നമ്മൾ പഠിച്ചു വയ്ക്കുന്നത്. പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പഠിക്കണം. പിന്നെ ഇതിനകത്ത് അല്ലാതെ പഠിക്കേണ്ട 1-2 ടേമുകളാണ് പറഞ്ഞത്. ഫസ്റ്റ് വെർട്ടബ്രയെ നമ്മൾ അറ്റ്ലസ് എന്നും സെക്കൻഡ് വെർട്ടബ്രയെ ആക്സിസ് എന്നും പറയുന്നുണ്ട്, അത് ഓർത്തിരിക്കണം. പിന്നെ റിബ്സും സ്റ്റേർണവും തൊറാസിക് വെർട്ടബ്രകളും ഒന്നും ചേരുമ്പോൾ അതിനെ നമ്മൾ റിബ് കേജ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ അതിനകത്ത് അഡീഷണൽ ആയിട്ട് പഠിക്കാം. ബാക്കി അതിൻ്റെ എല്ലാം പേരുകളാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഹ്യൂമൻ സ്കള്ളിലെ ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറയുന്ന ഭാഗത്തിന് മൊത്തത്തിലുള്ള ആ ബോൺ ഡിവിഷൻ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അത് തന്നെ നിങ്ങൾക്ക് ഒരു ടേബിളായിട്ട് എഴുതി വെക്കാവുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോൾ ഇതിനകത്ത് ഓരോന്നും വേറെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഫ്ലോ ചാർട്ട് പോലെ എഴുതാം. അപ്പം മൊത്തത്തിൽ ആക്സിയൽ സ്കെൽറ്റൻ എന്ന് എഴുതി ആക്സിയൽ സ്കെൽറ്റനെ നമ്മൾ 4 ഡിവിഷനായിട്ട് തിരിക്കും. സ്കള്ളുണ്ട്, വെർട്ടബ്രൽ കോളം ഉണ്ട്, സ്റ്റേർണം ഉണ്ട്, റിബ്സ് ഉണ്ട്. വീണ്ടും അതിനകത്ത് നിന്ന് നമ്മൾ ആദ്യത്തെ റീജിയനായ സ്കള്ളിനെ നമ്മൾ പിന്നെയും ഡിവിഷനുകളായി തിരിക്കുന്നു. സ്കള്ളിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വരും എന്താ പറയുന്നത്, നമ്മുടെ ക്രേനിയൽ ബോൺസ് ഉണ്ട്, ഫേഷ്യൽ ബോൺസ് ഉണ്ട്, ഹയോയിഡ് ഉണ്ട്, പിന്നെ ഇയർ ബോൺസ് ഉണ്ട്. അവരുടെ എണ്ണം എഴുതി വെക്കാം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ റീജിയൻ എന്ന് പറയുന്നത് വെർട്ടബ്രൽ കോളമാണ്. അതിന് നമ്മൾ 5 ഡിവിഷൻ പറഞ്ഞു. സെർവിക്കൽ വെർട്ടബ്ര ഉണ്ട്, തൊറാസിക് വെർട്ടബ്ര ഉണ്ട്, സേക്രൽ വെർട്ടബ്ര ഉണ്ട്, കോക്സിസ് ഉണ്ട്, ലൂംബാർ ഉണ്ട്. ആ ഡിവിഷൻ എഴുതുക. പിന്നെ സ്റ്റേർണം എന്ന് പറയുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ എഴുതുന്നത് റിബ്സ് ആണ്. റിബ്സിനും ഉണ്ട് 3 ഡിവിഷൻ. ട്രൂസ് ഉണ്ട്, ആദ്യത്തെ 7 പേരുകളാണ്. ഫോൾസ് റിബ്സ് ഉണ്ട്, 8, 9, 10 പേരുകളാണ്. ലാസ്റ്റിലത്തെയാണ് ഫ്ലോട്ടിംഗ് റിബ്സ്, അതാണ് 11, 12. ഇങ്ങനെ ഒരു ചാർട്ട് പോലെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. എണ്ണവും നമുക്ക് പിന്നെ പരീക്ഷ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ഈ ശരിക്കും കൺസെപ്റ്റ് മാപ്പൊക്കെ വരുന്ന സമയത്ത് ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ വരും. ഇപ്പം പിന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് വിവരിച്ചുകൊണ്ട് എന്താണെന്ന് അറിയില്ല. പിന്നെ നിങ്ങൾ എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വയ്ക്കണം. ഇതൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ആക്സിയൽ സ്കെൽറ്റൻ ഇത്രയും കാര്യങ്ങൾ പഠിക്കും. ഇനി നമ്മൾ അതിന് താഴെയുള്ള റിബ് കേജിന്റെ ചിത്രവും നിങ്ങൾ നോക്കണം. ഇനി അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ ഉണ്ട്. അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നു. അപ്പൻഡിക്കുലർ സ്കെൽറ്റനിൽ നമുക്ക് ബോൺസിന്റെ കയ്യിലെയും കാലിലെയും ബോൺസിന്റെ ക്രമീകരണം ഇതേപോലെ പഠിക്കണം. പിന്നെ ജോയിൻസ് ഇതുകൂടിയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത